മനുഷ്യരൊക്കെ ലാഭം അന്വേഷിക്കുന്നവരാണ് പൊതുവേ, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. എവിടെയാണോ ലാഭം അവിടേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണോ ലാഭം അതിൻ്റെ പിന്നാലെയാണ് സ്വതവേ മനുഷ്യരൊക്കെ കലിയുഗത്തിൽ ഓടിപ്പോവുക. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറയാമല്ലേ? സാധാരണ പറയാറുണ്ട്, എന്താണോ ലഭിക്കുന്നത് അതിനാണല്ലോ ലാഭം എന്ന് പറയാം, അല്ലേ? ലഭിക്കുന്നത് എന്താണോ അതാണ് ലാഭം. അപ്പം ലാഭത്തിൻ്റെ വിപരീതം എന്താ? ലാഭത്തിൻ്റെ വിപരീതമാണ് നഷ്ടം. നഷ്ടം സ്വതവേ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം എന്താ? ലാഭമാണ്. ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെ കച്ചവടക്കാരൻ എപ്പോഴും നോക്കുക നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കും. ഇങ്ങനെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ചിന്തയാണ് പൊതുവേ കലിയുഗത്തിൽ ആർക്കുണ്ടാവുക? മനുഷ്യർക്ക് ഉണ്ടാവുക. അപ്പോൾ ഭാഗവതവും പറയുന്നുണ്ട്, ഈ ലാഭത്തെ പറ്റി പറയുന്നുണ്ട്. ഭാഗവതം പറയുന്നത് ഏകാന്ത ലാഭത്തെ പറ്റിയാണ്. എന്താണ് ജീവിതത്തിൽ ഏകാന്തമായ ലാഭം? ഏകാന്തമായ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ ഏറ്റവും നല്ല ലാഭം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ശ്ലോകം നമുക്ക് തരുന്നത്. ഏകാന്തലാഭം വചസോ നുപുംസാം സുശ്ലോകമൗലേഹ ഗുണവാദമാഹു. എന്തിൻ്റെ ഏകാന്തലാഭം? വചസഹ ഏകാന്തലാഭം. വചസഹ എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ എന്നർത്ഥം. വാക്കുകളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ലാഭം എന്താണ്? അപ്പോൾ വാക്കുകൾ ആരെക്കുറിച്ച് പറയണം? സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. സുശ്ലോകമൗലി എന്ന് പറയുന്ന ഒരാളുണ്ട്. സുശ്ലോകമൗലി എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നർത്ഥം. അപ്പം നാവ് കൊണ്ട് നമ്മളെപ്പോഴും എന്താണ് പറയേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചാണ് പറയേണ്ടത്. നേരത്തെ പ്രഭാഷണത്തിൽ ഇത് തന്നെയാണല്ലോ പറഞ്ഞതല്ലേ? കഴിഞ്ഞൊരു പ്രഭാഷണം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കാത്തവരാണ് ഇവിടെ എൻ്റെ മുന്നിൽ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? നമ്മളുടെ വാക്കും നമ്മളുടെ ചെവികളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമുക്ക് ഒരു നാവ് തന്ന ഈശ്വരൻ നമുക്ക് 2 ചെവികൾ തന്നു. ധാരാളം കേൾക്കണം. അഥവാ എത്രയാണോ നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി നമ്മൾ കേൾക്കണം എന്നർത്ഥം. അപ്പോൾ നാവ് തന്നത് എന്തിനാ? നാവ് തന്നത് ഈ നാവ് കൊണ്ട് ഏകാന്തലാഭം വചസോ നുപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. ഗുണവാദം ചെയ്യാനാണ്. ഗുണവാദം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീകൃഷ്ണ ഭഗവാന് അനേകം ഗുണങ്ങളുണ്ട്. എത്രയെത്ര ഗുണങ്ങളാണ് ഭഗവാനുള്ളതെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. 1000 അല്ല, 10,000 അല്ല, ലക്ഷമല്ല, കോടിയല്ല, എത്രയോ ഗുണങ്ങൾ ആർക്കുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളാണ് ഒരു മനുഷ്യൻ നാവ് കൊണ്ട് പറയേണ്ടത്. അങ്ങനെ ഏത് മനുഷ്യനാണോ നാവ് കൊണ്ട് ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റി, ഭഗവാന്റെ മഹിമകളെപ്പറ്റി പറയുന്നത്, അവരുടെ നാവ് ഏറ്റവും വലിയ ലാഭമാണ് നേടുന്നത്. അപ്പം നാവ് കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ലാഭം മറ്റൊന്നുമല്ല, സുശ്ലോകമൗലേഹേ ഗുണവാദമാഹും. സുശ്ലോകമൗലിയായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പേര് കേട്ടയാൾ ആരാ? ഏറ്റവും നല്ല യശസ് ആർക്കാ ഉള്ളത്? അദ്ദേഹത്തെയാണ് സുശ്ലോകമൗലി എന്ന് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല യശസ്സുള്ളത് ഭഗവാന് മാത്രമാണ്. ഭഗവാനേക്കാൾ യശസ്സുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. അപ്പം അത്രയേറെ യശസ്വിയായിരിക്കുന്ന ഭഗവാന്റെ കല്യാണ ഗുണങ്ങൾ ആരാണോ, ഏതു മനുഷ്യനാണോ നാവ് കൊണ്ട് പാടുന്നത്, അവരുടെ നാവാണ്, അവരുടെ വാക്കുകളാണ് ഏറ്റവും വലിയ ലാഭമായി തീരുന്നത്. ഇത് നല്ലതുപോലെ അറിഞ്ഞ ഒരു മഹാത്മാവായിരുന്നു സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി. അതുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി നാവ് കൊണ്ട് എപ്പോഴും എന്താ ചെയ്യുക? പ്രേംണാ പഠൻ ഭാഗവതം ശനൈ ശനൈഹി. തൻ്റെ ഗുരുനാഥനായ തൻ്റെ പിതാവായ സാക്ഷാൽ വേദവ്യാസ മഹർഷി തനിക്ക് ഭാഗവതം ഉപദേശിച്ചു തന്നു. അതിമനോഹരമാണ് ഭാഗവതം. ഭാഗവതത്തിലെ കവിത എത്രയോ പ്രസന്ന ഗംഭീരമാണ്. അപ്പോൾ തൻ്റെ ഗുരുനാഥനും പിതാവൊക്കെ ആയിരിക്കുന്ന വേദവ്യാസ മഹർഷി തനിക്ക് ഉപദേശിച്ചു തന്ന ഭാഗവതത്തിലെ ശ്രവണ സുഭഗമായ എല്ലാ ശ്ലോകങ്ങളും പ്രേംണ. പ്രേംണ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഭക്തിയോടുകൂടി പാടും. ആര് പാടും? ശ്രീശുക ബ്രഹ്മർഷി പാടും. എങ്ങനെയാണ് അദ്ദേഹം ഭാഗവതം പാടുക? ശനൈഹി ശനൈഹി. സാവധാനത്തിലേ പാടുള്ളൂ. എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി കേൾക്കുന്ന രീതിയിൽ അതിൻ്റെ വിസർജ്യം, വള്ളി, പുള്ളി ഇതെല്ലാം തന്നെ
കൃത്യമാവുന്ന രീതിയിൽ വേദത്തിൽ എങ്ങനെയാണോ ഓരോ പദത്തിൻ്റെയും ഉച്ചാരണം പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഉച്ചാരണ ശുദ്ധിയോടെ അങ്ങനെയാണ് ആര് ഭാഗവതം പാടുന്നത്? ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം പാടുന്നത്. നല്ല ഭക്തിയാണ് ശ്രീശുക ബ്രഹ്മർഷിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ. അതാണ് പ്രേംണ എന്ന് പറഞ്ഞത്. പ്രേമത്തോടു കൂടി എന്നർത്ഥം. ശ്രീകൃഷ്ണ പ്രേമത്തോടു കൂടിയിട്ടാണ് എല്ലാം മറന്ന് അവനവൻ്റെ ശരീരം പോലും മറന്ന് ഭഗവാന്റെ മനോഹരമായ തിരുമുഖം മാത്രം ധ്യാനിച്ചുകൊണ്ട് സാവധാനത്തിൽ ഭാഗവത ശ്ലോകങ്ങൾ പാടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മഹാപുരുഷനായിരുന്നു, മഹർഷിവര്യനായിരുന്നു സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി. അപ്പം അദ്ദേഹത്തിൻ്റെ നാവിനെ പറ്റി നമുക്കിത് പറയാലോ അല്ലേ? എന്ത് പറയാം? ഏകാന്തലാഭം വചസോ നുപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. അവിടെ ആഹു എന്ന് പറയുന്ന ഒരു ക്രിയാപദമാണ് വെച്ചിരിക്കുന്നത്. ആഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയുന്നു എന്നർത്ഥം. ആര് പറയുന്നു? നല്ല അറിവുള്ള മനീഷികളൊക്കെ പറയുമ്പോഴാണ് സംസ്കൃത ഭാഷയിൽ ആഹു എന്നുള്ള ക്രിയാപദം പ്രയോഗിക്കുക. അപ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന എത്രയോ അറിവുള്ള യോഗിവര്യന്മാരായ എത്രയോ മഹാത്മാക്കൾ എത്രയോ കാലം തപസ് ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് അവർ മനുഷ്യകുലത്തിനോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നിന്റെ നാവ് സഫലമായി തീരണമെങ്കിൽ, നിന്റെ നാവ് നിനക്ക് ലാഭം തരണമെങ്കിൽ, എല്ലാ തരത്തിലുള്ള ജീവിത ലാഭവും നിനക്ക് കിട്ടണമെങ്കിൽ നീയാകെ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. രണ്ടാമതൊന്നും ചെയ്യാൻ വേണ്ടി വേദങ്ങൾ പറയുന്നില്ല. ആകപ്പാടെ മനുഷ്യൻ ചെയ്യേണ്ടത് നാവ് കൊണ്ട് 24 മണിക്കൂറും ആരെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? നിങ്ങളോട് ആ ചോദിക്കണത്. ഇതാരാണോ കേൾക്കുന്നത് അവരൊന്നും എനിക്ക് കാണാനോ എപ്പോഴും ഇങ്ങനെ അവരെ പറ്റി ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതാര് കേട്ടാലും വിരോധമില്ല. ഇത് കേൾക്കുന്നവരോടൊക്കെ വേദമാകുന്ന മാതാവ് പറയുന്നു, നാവ് സഫലമായാൽ, നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സഫലമായാൽ ജീവിതം സഫലമായി. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഇന്ദ്രിയമേതാ? നാവ് എന്ന് പറയുന്ന ഇന്ദ്രിയമല്ലേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും ഉദ്ധവനോട് പറയുന്നുണ്ട്, ജിഹ്വോപസ്ഥജയോ ധൃതി. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ, ധൃതി എന്ന വാക്കിന് എന്താണ് അർത്ഥം? നമുക്കൊന്നും അറിയില്ല അല്ലേ? ധൃതി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മലയാളികൾക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. ഭഗവാനോട് ആര് ചോദിച്ചു? ഉദ്ധവൻ ചോദിച്ചു, ധൃതി എന്നാൽ എന്ത്? എത്ര പെട്ടെന്നാ ഭഗവാൻ മറുപടി പറഞ്ഞതല്ലേ? ജിഹ്വോപസ്ഥജയോ ധൃതി. ഉദ്ധവ, ജയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ഇന്ദ്രിയമാണ് ജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താ? നാവ് എന്നർത്ഥം. അപ്പോൾ ആരാണോ നാവിനെ ജയിക്കുന്നവൻ അവന് ധൃതിയുണ്ട് എന്ന ഒരു ഗുണമാണ്. ധൃതി എന്ന് പറയുന്ന ഒരു ഗുണമാണ്. അപ്പോൾ ഒരു മനുഷ്യന് ധൃതിയുണ്ട് എന്ന് പറഞ്ഞാൽ അവന് നാവിനെ നല്ലതുപോലെ ജയിക്കാൻ കഴിഞ്ഞു എന്നർത്ഥം. നാവിനെ എങ്ങനെയാണ് ജയിക്കുക? ഇതൊരു ബുദ്ധിമുട്ടല്ലേ? ഭഗവാൻ പറയുകയാണ്, നാവിനെ ജയിക്കാൻ ഉദ്ധവ വളരെ പ്രയാസമാണ്. ആ നാവിന് 2 ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ആഹാരത്തിൻ്റെ രുചിഭേദങ്ങളൊക്കെ അറിയണം. രണ്ടാമത്തത് നാവ് കൊണ്ട് സംസാരിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ആഹാരം അത്യാവശ്യത്തിന് ജീവൻ നിലനിൽക്കാനുള്ളത് മാത്രം നാവ് കൊണ്ട് രുചിച്ച് കഴിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മനുഷ്യന്മാർ കിട്ടിയതൊക്കെ തട്ടുന്നത്. എന്തെല്ലാം ആഹാരങ്ങളാണല്ലേ! ആധുനിക ലോകത്തിൽ ആഹാരങ്ങളുടെ വൈവിധ്യമുള്ള ഒരു ലോകത്തിനാണ്. ദോശ 1000 തരത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നറിയാലോ അല്ലേ? 1000 ദോശയുടെ പേര് വേണേൽ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഒരു പ്രയാസമില്ല. വേണ്ടാത്തത് എന്തിനാ ഞാൻ പറയണതല്ലേ? 1000കണക്കിന് പുത്തൻ ദോശകളുടെ പേര് എനിക്ക് പൂർണ്ണമായും മനഃപ്പാഠമാണ്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും പറയണില്ല. അപ്പോൾ ദോശ എന്ന് പറയുന്ന ഒരാഹാരം ഇന്നത്തെ ലോകത്തിൽ 1000 തരത്തിൽ വൈവിധ്യമാർന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളുള്ള പലതരത്തിലുള്ള ആഹാരങ്ങൾ വെട്ടിവിഴുങ്ങുന്നവരാണ് ആധുനിക മനുഷ്യർ. അരുത്. ഇങ്ങനെ തോന്നിയതൊക്കെ നാവുകൊണ്ട് തിന്നരുത് എന്നർത്ഥം. നമ്മുടെ ശരീരം നിലനിർത്താൻ നമുക്ക് എത്ര ആഹാരം ആവശ്യമുണ്ടോ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് മാത്രം കഴിച്ചാൽ മതി. അതല്ലേ പഴയ മഹർഷിമാരൊക്കെ ഇലകളാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കായ്കനികൾ ആഹാരമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ ആഹാരമായിട്ട് സ്വീകരിക്കും. പുഴകളിലും മറ്റും കിട്ടുന്ന ശുദ്ധമായ ജലം അവരിഷ്ടം പോലെ കുടിക്കും. ഇതായിരുന്നു പഴമക്കാരുടെ ആഹാര രീതി. ഇന്നത്തെ മനുഷ്യരുടെയോ? അത് പറയാണ്ടിരിക്കുക ഭേദമല്ലേ.
അപ്പം അവർ ശരീരം നിലനിർത്താൻ എത്ര ആഹാരമാണോ ആവശ്യമുള്ളത് അത്രയും കുറഞ്ഞ ആഹാരം മാത്രം ആഹരിച്ചുകൊണ്ട് നാവുകൊണ്ട് എപ്പോഴും മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ കല്യാണ ഗുണങ്ങൾ പാടിക്കൊണ്ട് അവർ ലോകത്തിനോട് പറഞ്ഞു എന്ത്? ഏകാന്തലാഭം ഭജസോ നപുംസാം സുശ്ലോകമൗലേ ഗുണവാദമാഹു. ഇനി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം നോക്കിക്കഴിഞ്ഞാൽ നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ പറഞ്ഞത് മുഴുവനും ആരെക്കുറിച്ചാണ്? ഭഗവാനെക്കുറിച്ചാണ്. അപ്പോൾ സൂതൻ്റെ വാക്ക് എന്തായി? ഏകാന്തലാഭം ഭജസോ നപുംസാം സുശ്ലോക മൗലേഹേ ഗുണവാദമാഹു. അതുകൊണ്ട് സൂതനോട് ശൗനകാദികൾ പറഞ്ഞു, അല്ലയോ സൂതമഹാശയ, അങ്ങ് പറയുന്നത് മുഴുവനും ഭാഗവതമാണ്, അത് കേട്ടിരിക്കാൻ എന്തൊരു രസമാണെന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ സാക്ഷാൽ നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് വ്യാസനാരദ സംവാദം എന്ന് പറയും. ഭാഗവതത്തിലെ രണ്ടാമത്തെ പ്രകരണമാണ് വ്യാസ നാരദ സംവാദം. നേരത്തെ നമ്മളത് വിസ്തരിച്ചു കൊടുത്ത് പറഞ്ഞു. അപ്പോൾ വ്യാസനാരദ സംവാദത്തിൽ ആരാണ് നാവ് ഉപയോഗിക്കുന്നത്? നാരദ മഹർഷിയാണ് നാവ് ഉപയോഗിക്കുന്നത് അല്ലേ. നാരദ മഹർഷി തനിക്ക് കിട്ടിയ ഭാഗവതം മുഴുവനും വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയും നമുക്ക് എന്ത് പറയാം? ഏകാന്തലാഭം ഭജസോ നപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. ശ്രീനാരദ മഹർഷി ഒരു ദിവസത്തിലെ 24 മണിക്കൂർ സമയവും ഭഗവാന്റെ നാമങ്ങളാണ് ജപിക്കുന്നത്, ഭഗവാന്റെ ഭാഗവതം മാത്രമാണ് പാടുന്നത്. അദ്ദേഹം നാവ് കൊണ്ട് വേറെയൊന്നും പറയുക പതിവില്ല. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കേട്ട കഥ ആരുടെ കഥയാണ്? പിന്നീട് നമ്മളിവിടെ ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ കേൾക്കുന്ന ഒരു കഥ സാക്ഷാൽ കുന്തിദേവിയുടെ കഥയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ആ മഹതിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഭർത്താവ് മരിച്ചുപോയി. പാണ്ഡുവായിരുന്നല്ലോ ഭർത്താവല്ലേ, ആ ഭർത്താവ് മരിച്ചുപോയി. മാത്രമല്ല സപത്നിയായിരുന്നു മാദ്രിയും മരിച്ചു. അപ്പോഴെന്തായി? തൻ്റെ കുട്ടികളെയും നോക്കണം, മാദ്രിയുടെ കുട്ടികളെയും നോക്കണം. കുന്തിദേവിക്ക് 3 കുട്ടികളുണ്ട്. ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ. ഇങ്ങനെ 3 കുട്ടികളാണ് ആർക്കുള്ളത്? കുന്തിദേവിക്കുള്ളത്. തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ മാദ്രിക്ക് 2 കുട്ടികളുണ്ട്. അവരാണ് നകുലനും സഹദേവനും. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? തൻ്റെ 3 കുട്ടികളെയും മാദ്രിയുടെ 2 കുട്ടികളെയും നല്ലതുപോലെ നോക്കി വളർത്തി. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ആ അമ്മ അനുഭവിച്ചതല്ലേ ഈ 5 കുട്ടികളെ നോക്കി വളർത്താൻ. തൻ്റെ ജീവിതത്തിൽ ഈ കുന്തിദേവി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. ഭാരതയുദ്ധം നടന്നു. ആ ഭാരതയുദ്ധം നടക്കുമ്പോഴായിരുന്നു കുന്തിദേവിക്ക് ഏറ്റവും പ്രയാസം. കാരണം ഈ 5 കുട്ടികളല്ലാതെ ഈ കുന്തിദേവിക്ക് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അതാരാ? അത് വിവാഹത്തിന് മുമ്പുണ്ടായ ഒരു കുഞ്ഞാണ്. സാക്ഷാൽ സൂര്യദേവനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കർണൻ എന്നു പേരുള്ള ഒരു കുട്ടി. ആ കർണൻ വലുതായി. ഭാരതയുദ്ധത്തിൽ ഒരു ഭാഗത്ത് തൻ്റെ ആദ്യത്തെ പുത്രനായിരിക്കുന്ന കർണൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? തൻ്റെ മറ്റൊരു മകനായിരിക്കുന്ന അർജുനനോട് യുദ്ധം ചെയ്യുന്നു. ഇതെങ്ങനെയാ കണ്ടുകൊണ്ട് നിൽക്കുക അല്ലേ? ഇതെങ്ങനെയാ കേട്ടുകൊണ്ട് നിൽക്കുക? ആ അമ്മ അത് വല്ലാത്തൊരു ദുഃഖമാണ്. 2 പേരും തൻ്റെ കുട്ടികളാണ്. ആ രഹസ്യമാണെങ്കിൽ എത്രയോ കാലം ഈ അമ്മ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നു. അവസാനം കർണനെ കണ്ടിട്ട് കുന്തിദേവി സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ വായിക്കാം. അപ്പോൾ ആ അമ്മ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുകയല്ലേ. കർണനും അർജുനനും തമ്മിൽ നടക്കുന്നൊരു യുദ്ധം കാണേണ്ടി വരിക, അതിൻ്റെ കഥകളൊക്കെ കേൾക്കേണ്ടി വരിക. അവസാനം തനിക്ക് ആദ്യമായി പിറന്നു വീണ ആ കർണൻ യുദ്ധത്തിൽ മരിച്ച വാർത്ത കേൾക്കേണ്ടി വരിക. അതൊക്കെ കേട്ടവരാണ് ആര്? കുന്തിദേവി. അങ്ങനെ കുന്തിദേവിയുടെ കഥ മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വലിയ മഹാഭാരതം രചിക്കാം. ഇത്രയൊക്കെ ദുഃഖങ്ങളും ആപത്തുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടും ആ അമ്മ ഒരിക്കൽ ഭഗവാനെ കണ്ടപ്പോഴെന്താ പറഞ്ഞത് എന്നറിയോ? വിപദസ്സന്തു നശ്വൽ തത്ര തത്ര ജഗൽ ഗുരോദ്ഭവതോ ദർശനം യൽ സ്യാദ് അപുനർഭവദർശനം. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കൽ കണ്ടപ്പോൾ കുന്തിദേവി തൻ്റെ വാക്ക് സഫലമാക്കി. വാക്കുകളെ കൊണ്ട് പറഞ്ഞത് മുഴുവനും ആരുടെ മഹിമയാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയാണ്. അതാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന 8-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്ന കുന്തിസ്തുതി. നല്ല രസമാണ്. ഭക്തന്മാർക്ക് എത്രയെത്ര വായിച്ചാലും മതിവരാത്തതാണ്
ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കുന്തിസ്തുതി. ആ കുന്തിസ്തുതിയിലെ എല്ലാ അക്ഷരങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയല്ലാതെ, ഭക്തിയുടെ മഹിമയല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ കുന്തിദേവി സ്തുതിക്കുന്ന സമയം മുഴുവനും എന്താ ചെയ്തത്? നേരത്തെ ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അത് മറന്നും പോയില്ലേ? ഏകാന്തലാഭം വചസോ നപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. ആ കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് പ്രയോഗിച്ച എല്ലാ വാക്കുകളും സുശ്ലോകമൗലിയായ ഭഗവാന്റെ ഗുണവാദമായിരുന്നു. അതുകൊണ്ട് അവസാനം ഭഗവാൻ മറുപടി വല്ലതും പറഞ്ഞു? ഒരു മറുപടിയും പറഞ്ഞില്ല. ഭഗവാൻ നന്നായിട്ട് ചിരിച്ചു അത്രേ. ആ ചിരിയുടെ അർത്ഥം എന്താ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിരിയുടെ അർത്ഥം, ഇത്രയും നേരം അച്ഛൻ പെങ്ങളായ അങ്ങ് ഈ പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. എന്താ കാരണം? നേരത്തെ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കിഷ്ടപ്പെടണം? ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടണം. ഇപ്പം നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടുമോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ? ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അവരെയൊക്കെ വിഷമിപ്പിച്ചില്ലേ? അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല, ഭഗവാൻ ഇഷ്ടപ്പെടില്ല. അപ്പം നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആര് കേൾക്കുന്നുണ്ട്. മക്കളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മക്കൾ മാത്രമല്ല ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭർത്താവ് മാത്രമല്ല ഭഗവാൻ കേൾക്കുന്നുണ്ട്. ആരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സംസാരിക്കുന്നത് ആര് കേൾക്കുന്നുണ്ട്? ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഭഗവാൻ പറയണ്ടേ നിൻ്റെ സംസാരം നന്നായി എന്ന്. ഹനുമാനെ കണ്ട സമയത്ത് ഇവിടെ അകത്തിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു. ഋഷ്യമുഖാചലത്തിൻ്റെ സമീപത്ത് വെച്ചിട്ടാണല്ലോ ആദ്യമായിട്ട് ഹനുമാനും ശ്രീരാമനും കൂടി കണ്ടുമുട്ടുന്നതല്ലേ. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ആരുടെ വാക്കുകൾ കേട്ടു? ഏകാന്തലാഭം വചസോ നപുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹു. ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ വാക്കുകളൊക്കെ കേട്ട സമയത്ത് പറഞ്ഞു, ഇതിനകത്ത് അല്ലയോ ലക്ഷ്മണ ഒരു വ്യാകരണ തെറ്റുപോലുമില്ല. ശുദ്ധമായ ഭാഷയാണ് ആര് സംസാരിക്കുന്നത്? ആഞ്ജനേയൻ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാതെ ഹനുമാൻ എന്ത് ചെയ്യുന്നില്ല? അംഗവിക്ഷേപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ രാമായണത്തിൽ വിസ്തരിച്ച് നമുക്ക് വായിക്കാം. അപ്പോൾ ശ്രീരാമചന്ദ്രന് വളരെ ഇഷ്ടപ്പെട്ടു ആരുടെ സംഭാഷണം? ഹനുമൽ സ്വാമിയുടെ സംഭാഷണം. നമ്മളുടെ സംഭാഷണമോ? ചിന്തിക്കണം. അപ്പോൾ നമ്മളുടെ വാക്കുകൾ കേൾക്കുന്നത് ഭഗവാന് സന്തോഷപ്രദമായി തീരണം. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആരെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത്? ഭർത്താവിനെയല്ല, മക്കളെയല്ല, കേൾവിക്കാരെയല്ല. സാക്ഷാൽ ഭഗവാന് സന്തോഷമാകുന്നതിന് ഹരിതോഷണം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അപ്പോൾ ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് ആരാണോ ഭഗവാനെ പറ്റി പറയുന്നത്, ഏകാന്തലാഭം വചസോ നപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. കുന്തിദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ അതിനെ അഭിനന്ദിച്ചത് നല്ലൊരു പുഞ്ചിരി കൊണ്ടാണ്. അപ്പോൾ ഭഗവാന് കേൾക്കാൻ വലിയ ഇഷ്ടാത്രേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഭഗവാൻ അങ്ങനെ ചെന്ന് കേട്ടിരിക്കില്ല. ഉത്തമന്മാരായ ആൾക്കാർ വല്ലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഭഗവാൻ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും. കുന്തിദേവി സ്തുതിച്ചപ്പോൾ അത് മുഴുവനും ആര് കേട്ടിരുന്നു? രണ്ട് ചെവികളെ കൊണ്ട് ഭഗവാൻ മിണ്ടാതിരുന്ന് കേട്ടിരുന്നു. മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായത് ശരശയ്യയിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അതിമനോഹരമായ വാക്കുകൾ കേൾക്കാം എന്ന് മനസ്സിലായ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്തേ സപ്താഹത്തിന് വരാതിരുന്നത്? ഈ സപ്താഹ പന്തലിൽ പലപ്പോഴും കാണാം ധാരാളം ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞിങ്ങനെ കാണാം. ആ ഇരിപ്പിടങ്ങളിലൊന്നും ആരും വന്നിരിക്കണില്ല. എന്താ കാരണം? അവർക്ക് സപ്താഹമൊന്നും കേൾക്കണ്ട. സപ്താഹ രംഗത്ത് നല്ല നല്ല വാക്കുകളല്ലേ കേൾക്കുക. നല്ല വാക്കുകൾ എവിടെ നിന്നാണോ പറയുന്നത് നമ്മളവിടേക്ക് ഓടിച്ചെല്ലണം. തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോവാണ്ടിരിക്കരുത്. നമ്മുടെ നാട്ടുകാരൊക്കെ അങ്ങനെയാണ്, തിരക്കാന്ന് പറഞ്ഞ് പോവാണ്ടിരിക്കും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ളത് ആർക്കാ? അതാ അറിയില്ല അല്ലേ? എന്നെനിക്കറിയാം.
എനിക്കറിയാം ഈ ലോകത്തിൽ ഏറ്റവും തിരക്കുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ തിരക്കുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. അത്ര തിരക്ക് പിടിച്ച കർമ്മങ്ങളാണ് ആർക്ക് ചെയ്യാനുള്ളത്? ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യാനുള്ളത്. നമുക്കൊക്കെ സാധാരണ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 2-3 കുട്ടികൾ അത്രയ്ക്കല്ലേ ഉള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാനോ ചിന്തിക്കണം, 16,108 ഭാര്യമാരാണ് എവിടെ ഉള്ളത്? ദ്വാരകയിലുള്ളത്. ഓരോ ഭാര്യയിലും 11 കുട്ടികൾ. ഇരുന്ന് എണ്ണി നോക്കിക്കോളൂ എത്ര കുട്ടികളുണ്ട്. ഇത്രയൊക്കെ കുട്ടികളും ഭാര്യമാരും. പിന്നെ ദ്വാരകയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ദ്വാരകയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കണ്ടേ? സൂര്യൻ്റെ കാര്യം നോക്കണം, ചന്ദ്രൻ്റെ കാര്യം നോക്കണം, ഭൂമി തിരിയുണ്ടോ നോക്കണ്ടേ? ശാസ്ത്രജ്ഞന്മാർ നോക്കുമോ ഭൂമി തിരിയുണ്ടോ എന്ന്? ഇന്നേ വരെ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനും നോക്കിയിട്ടില്ല ഭൂമി തിരിയുണ്ടോ. ഉണ്ടോ? ഈ ശാസ്ത്രജ്ഞന്മാരൊന്നും ഭൂമി തിരിയുണ്ടോ നോക്കില്ല. അവരാരുടെയും ബുദ്ധി കൊണ്ടല്ലല്ലോ ഭൂമി തിരിയണത്. ഭൂമി തിരിയുന്നത് എങ്ങനെയാണ്? ഭഗവാൻ നോക്കിയിട്ടാണ്. സമുദ്രത്തിലെ വലിയ വലിയ തിരമാലകളൊന്നും അങ്ങോട്ട് കയറി വരുന്നില്ല. സമുദ്രത്തിലെ വലിയ വലിയ തിരമാലകൾ കരയിലേക്ക് കയറി വന്നാൽ ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല. വേദങ്ങൾ പറയുന്നു, നോത്സർപ്പതി ഉദധിഹി യതഃ. വേദത്തിലെ വാക്കാണ്. സമുദ്രം ഇങ്ങോട്ട് കരയിലേക്ക് കയറി വരാതിരിക്കുന്ന കാര്യത്തിൽ ആര് ശ്രദ്ധാലുവാണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ എല്ലാ മരങ്ങളിലും പൂക്കൾ ഉണ്ടാവുന്നില്ലേ? ആര് വിചാരിച്ചിട്ടാ? ആര് പറഞ്ഞിട്ടാ? ഭഗവാൻ വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പം ഇങ്ങനെ ഭഗവാനെ പറ്റി പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഭഗവാനല്ലേ ഏറ്റവും തിരക്കുള്ളയാൾ. എന്നിട്ടും ഭഗവാൻ എന്ത് ചെയ്തു? ശരശയ്യയിൽ ഭീഷ്മരവിടെ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു കേൾവിക്കാരനായി ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ ശരശയ്യയിലടുത്ത് ചെന്നു. ആരെ കണ്ടു? ഭീഷ്മരെ കണ്ടു. ഭീഷ്മരാരെ നമസ്കരിച്ചു, മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ കൂടെ പാണ്ഡവന്മാർ വന്നിട്ടുണ്ട്, അനേകം മഹാത്മാക്കൾ വന്നിട്ടുണ്ട്, എത്രയോ ഋഷിവര്യന്മാർ വന്നിട്ടുണ്ട്. എല്ലാവരും ആരുടെ ചുറ്റും ഇരിക്കുകയാണ്? ഭീഷ്മപിതാമഹൻ്റെ ചുറ്റും ഇരിക്കുകയാണ്. ഭീഷ്മർ എന്താ ചെയ്യണത്? അനങ്ങാൻ വയ്യാതെ ആ അമ്പുകളെ കൊണ്ടുള്ള കൂർത്തുമൂർത്ത അമ്പുകളെ കൊണ്ടുള്ള ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. ഇതൊരു കിടപ്പ അല്ലേ? ഭാഗവതത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ ഒരു ഗംഭീരമായ ചിത്രം കാണാം. അങ്ങനെ ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒന്ന് കണ്ണോടിച്ചു അത്രേ. ഭീഷ്മരുടെ തിരുമേനിയെ ഒന്നായിട്ട് ഭഗവാൻ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഭീഷ്മരുടെ എല്ലാ തരത്തിലുള്ള വേദനകളും തീർന്നു. ഭീഷ്മർ എന്ത് ചെയ്തില്ല? വേദന സംഹാരികളൊന്നും കഴിച്ചില്ല എന്നർത്ഥം. സാധാരണ ഇന്നത്തെ കാലത്ത് ആൾക്കാർ വേദന പോവാൻ എന്താ ചെയ്യുക? വേദന സംഹാരികൾ കഴിക്കും അല്ലേ? ഭീഷ്മർ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഭഗവാൻ അടുത്ത് വന്നിരുന്നു. ഭഗവാൻ നല്ലതുപോലെ ഭീഷ്മരെ കടാക്ഷിച്ചതോടുകൂടി ഭീഷ്മരുടെ എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിരിക്കുന്ന വേദനകളെല്ലാം ഇല്ലാതെയായി. അവിടെ വെച്ചിട്ടാണ് ധർമ്മപുത്ര മഹാരാജാവ് അനേകം ചോദ്യങ്ങൾ ആരോട് ചോദിച്ചു? ഭീഷ്മപിതാമഹരോട് ചോദിച്ചു. ആ ഭീഷ്മപിതാമഹർ ധർമ്മപുത്രർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി, വളരെ ശാസ്ത്രീയമായി മറുപടി കൊടുത്തു. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുഴുവൻ നമുക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരുടെയും തല കുലുങ്ങണില്ല. എന്നാൽ പിന്നെ ഞാനെന്തിനാ പറയണതല്ലേ? ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ ആഗ്രഹമുണ്ട് എന്നെങ്കിലും പറയണ്ടേ? ഈ ഭീഷ്മർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, അതുപോലെ ധർമ്മപുത്രർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾക്ക് ഭീഷ്മർ പറയുന്ന മുഴുവൻ മറുപടിയും നമുക്കറിയണമെങ്കിൽ നമ്മൾ ഏത് ഗ്രന്ഥം വായിക്കണം? മഹാഭാരതം വായിക്കണം. എത്രയോ ദിവസം ഇരുന്ന് വായിക്കാൻ മാത്രമുണ്ട്. എത്രയോ മാസങ്ങളിരുന്ന് വായിച്ചാലേ എന്തെല്ലാം ചോദ്യങ്ങളാണ് ധർമ്മപുത്രർ ചോദിച്ചത്, അതിന് എന്ത് മറുപടിയാണ് ഭീഷ്മർ പറഞ്ഞതെന്നറിയണമെങ്കിൽ എത്രയോ മാസങ്ങളിരുന്ന് നമ്മൾ ഏത് വായിക്കണം? മഹാഭാരതം വായിക്കണം. എന്നാലേ തീരുള്ളൂ. കുറേ ഉണ്ട് അവിടെ. സ്ത്രീധർമ്മത്തെപ്പറ്റി, ഭാഗവതധർമ്മത്തെപ്പറ്റി, എല്ലാ ധർമ്മങ്ങളെപ്പറ്റിയും, വർണ്ണാശ്രമ ധർമ്മങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഈ ഭീഷ്മർ ആരോട് പറഞ്ഞു കൊടുത്തു? ധർമ്മപുത്രർ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഉപയോഗിച്ചത് ഏതാ? ഇവിടെ നാവ് ഉപയോഗിക്കുന്നത് ആരാ? ഭീഷ്മർ അല്ലേ? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭീഷ്മർ പറഞ്ഞത് മുഴുവനും ആരെക്കുറിച്ചാണ്? വാസ്തവത്തിൽ
ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനായതുകൊണ്ട് ഭീഷ്മർ പറഞ്ഞത് മുഴുവനും ഭഗവാനെക്കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്ത്? ഏകാന്തലാഭം വചസോ നപുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. ഏകാന്തലാഭം, ഭീഷ്മരുടെ നാവ് ഇപ്പോൾ ഏകാന്തലാഭം പ്രാപിച്ചു കഴിഞ്ഞു. കാരണം ഭീഷ്മർ ഭഗവാനെക്കുറിച്ചല്ലാതെ ധർമ്മത്തെക്കുറിച്ചല്ലാതെ ആ ശരശയ്യയിൽ കിടന്ന് വേറെ യാതൊന്നും ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് ഭീഷ്മരുടെ നാവ് എന്തായി എന്ന് പറയാം? ഏകാന്തലാഭത്തെ പ്രാപിച്ചു എന്ന് പറയാം. പിന്നെ അവിടെ കേൾവിക്കാരാരാ? ശ്രീകൃഷ്ണ ഭഗവാന് തോന്നി എന്ത്? ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായ കഥാസുധായാമുപസംപ്രയോഗം. ശ്രുതേഹേ പറഞ്ഞാൽ ചെവികൾക്ക് എന്നർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന് ധർമ്മപുത്ര മഹാരാജാവിന്, പാണ്ഡവന്മാർക്ക്, അവിടെ കൂടിയിരുന്ന മഹർഷിവര്യന്മാർക്ക് എല്ലാവർക്കും തോന്നി ഞങ്ങളുടെ 2 ചെവികളും ഇപ്പോൾ സഫലമായി. എന്താ കാരണം? എല്ലാവരും ചുറ്റും ഇരുന്നിട്ട് ഭീഷ്മപിതാമഹൻ പറയുന്ന ധർമ്മസന്ദേശം കേൾക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ചെവി എന്തായി? സഫലമായി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും ഇപ്പോൾ ആരായിട്ടിരിക്കുകയാണ്? കേൾവിക്കാരനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര കേമമായിട്ട് ധർമ്മപുത്ര മഹാരാജാവിനെ പോലുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സദസ്സിൽ ആരും വന്നിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാനും വന്നിരുന്നു. എന്തിനാണ് വന്നിരുന്നത്? ഇത് കേൾക്കാൻ, ഭീഷ്മർ പറയണ ഭാഗവതം കേൾക്കാനാണ്. പിന്നീട് ഒരിക്കൽ ഉദ്ധവൻ ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ. ആരോട്? ഭഗവാനോട്. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അങ്ങ് ചോദിക്കുന്ന ഈ ചോദ്യം പണ്ട് ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചിരുന്നു. അന്ന് ഭീഷ്മർ മറുപടി പറഞ്ഞിരുന്നു. ആ മറുപടി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ധർമ്മപുത്രർക്ക് അന്ന് ഭീഷ്മർ പറഞ്ഞു കൊടുത്ത ഉപദേശം പിന്നീട് ഉദ്ധവോപദേശത്തിൽ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നല്ലൊരു കേൾവിക്കാരനായിട്ടിരുന്നു. അതുകൊണ്ട് മനുഷ്യരോട് ഭാഗവതം പറയുന്നത് എപ്പോഴും നല്ല കേൾവിക്കാരനായിട്ട് ഇരിക്കുക. എന്തെങ്കിലും കേൾക്കരുത്. എന്തേ കേൾക്കാൻ പാടുള്ളൂ? ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. കേട്ടിട്ടുണ്ടോ? വേദമന്ത്രമാണ്. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഭദ്രമായത് മാത്രമായിരിക്കണം. ചെവികളെ കൊണ്ട് കേൾക്കുന്നതൊക്കെ ഏറ്റവും നല്ല ശാസ്ത്രമായിരിക്കണം. ഭാഗവതത്തിൻ്റെ അഭിപ്രായത്തിൽ ശാസ്ത്രം 2 തരത്തിലുണ്ട്. 2 തരം ശാസ്ത്രമുണ്ടോ? ഒരു ശാസ്ത്രമല്ലേ ഉള്ളൂ? അല്ല. ശാസ്ത്രങ്ങളെ പൊതുവെ 2 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഭാഗവതം. ഏതാ 2 തരം ശാസ്ത്രങ്ങൾ? ഒന്ന് സച്ഛാസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ നല്ല ശാസ്ത്രങ്ങൾ എന്നർത്ഥം. പിന്നൊന്നോ ചീത്ത ശാസ്ത്രങ്ങൾ. അപ്പം ശാസ്ത്രം 2 തരത്തിലുണ്ട്. സച്ഛാസ്ത്രങ്ങളുമുണ്ട്, അസച്ഛാസ്ത്രങ്ങളുമുണ്ട്. ഇത് പലർക്കും അറിയില്ല അല്ലേ? ആൾക്കാരുടെ വിചാരം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ശാസ്ത്രമാണ് എന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചത്. അങ്ങനെയല്ല. ശാസ്ത്രം മുഴുവനും നല്ലതല്ല. ശാസ്ത്രങ്ങളെ ഭാഗവതം 2ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സച്ഛാസ്ത്രങ്ങളാണ്, പിന്നൊന്ന് അസച്ഛാസ്ത്രങ്ങളാണ്. സച്ഛാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശാസ്ത്രം. അസച്ഛാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രമാണ്, പക്ഷേ അത് അസത്താണ്, ചീത്തയാണ് എന്നർത്ഥം. അപ്പോൾ നല്ല ശാസ്ത്രങ്ങളുമുണ്ട്, ചീത്ത ശാസ്ത്രങ്ങളുമുണ്ട്. അപ്പോൾ ചീത്ത ശാസ്ത്രങ്ങൾ ഒരിക്കലും നാം പഠിക്കാൻ മുതിരരുത്. അതിന് പകരം എന്ത് പഠിക്കണം? നല്ല ശാസ്ത്രങ്ങൾ പഠിക്കണം. ശാസ്ത്രം പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഭീഷ്മപിതാമഹൻ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? സച്ഛാസ്ത്രങ്ങളാണ്. നല്ല ശാസ്ത്രമാണ് ഈ ഭീഷ്മപിതാമഹൻ പറഞ്ഞത്. അതുകൊണ്ടാണ് തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ആ സച്ഛാസ്ത്രം കേൾക്കാൻ വേണ്ടി എവിടെ വന്നിരുന്നത്? എത്രയോ ദിവസങ്ങളാണ് ഭഗവാൻ ഭീഷ്മപിതാമഹരുടെ മുന്നിൽ അവിടെ ഇരുന്ന് സച്ഛാസ്ത്രങ്ങളോ ഒക്കെ കേട്ടപ്പോൾ ഭഗവാന് തോന്നി എൻ്റെ ചെവിയൊക്കെ നന്നായി. എന്താ കാരണം എന്നല്ലേ? ഇടയ്ക്ക് ഭഗവാൻ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കല്ലേ? ഭാരത യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഈ എതിർപക്ഷത്ത് ഒരുപാട് ദുഷ്ടന്മാരുണ്ട്. കൗരവപക്ഷത്തുള്ള ദുഷ്ടന്മാരൊക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാനോട് എന്തെല്ലാമോ ചീത്തവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഭഗവാൻ തൻ്റെ ചെവി കൊണ്ട് കൗരവപക്ഷത്തുള്ള നിരവധി ആൾക്കാർ പറയുന്ന ചീത്തവാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ ചെവിക്ക് കുറേ ദോഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ചെവികൾക്ക് വന്ന ആ ദോഷം മുഴുവൻ ഇപ്പോൾ തീർന്നു എന്ന് കേട്ടപ്പോൾ ഭീഷ്മപിതാമഹൻ പറയുന്ന ധർമ്മശാസ്ത്രങ്ങൾ കേട്ടപ്പോൾ ഭഗവാൻ പറയുകയാണെന്ത്? ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാമുപസംപ്രയോഗം. ഈ ഭീഷ്മപിതാമഹർ പറയുന്ന ധർമ്മശാസ്ത്രം മുഴുവൻ കേട്ടപ്പോൾ ഭഗവാന് തോന്നി ഇപ്പോൾ എൻ്റെ ചെവി സഫലമായി തീർന്നു.
എന്തൊക്കെയോ ആവശ്യമില്ലാത്തവർക്ക് യുദ്ധരംഗത്ത് വെച്ച് കേൾക്കേണ്ടി വന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ പലരിൽ നിന്നും ഭഗവാന് പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചെവി എന്തായി? ശാസ്ത്രം കേട്ട്, നല്ല ശാസ്ത്രം കേട്ട് എൻ്റെ ചെവിയും ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ നാവിൻ്റെയും ചെവിയുടെയും മഹത്വമാണ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോളുണ്ട്, ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ എന്താണ് പ്രധാനമായി പറയുന്നത്? ഉത്തരം: നാവിൻ്റെയും ചെവികളുടെയും മാഹാത്മ്യം. ഇതാണോ പറയണത്? അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യമൊന്നും അല്ലേ? അല്ല. അപ്പോൾ നാവും ചെവികളുമാണ് മനുഷ്യൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യമാണ് 19 അധ്യായങ്ങളെ കൊണ്ട് വേദവ്യാസ മഹർഷി എവിടെ വർണ്ണിക്കുന്നത്? ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നാവ് ഉപയോഗിച്ച ആളായിരുന്നു ആര്? ശ്രീ ശുകബ്രഹ്മർഷി അല്ലേ? അതേപോലെ നല്ലതുപോലെ ചെവി ഉപയോഗിച്ച മറ്റൊരാളായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവ് ഒരിക്കൽ നായാട്ടിന് പോയി. നായാട്ടിന് പോയ സമയത്ത് അദ്ദേഹത്തിന് എന്തോ അറിയില്ല, വല്ലാത്ത ദാഹം വന്നു. ദാഹം വന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? പല സ്ഥലത്തും അന്വേഷിച്ചു, വെള്ളമൊന്നും കിട്ടിയില്ല. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ് അദ്ദേഹം ഒരു ആശ്രമത്തിൽ കയറി. ആശ്രമത്തിൽ കയറിയാൽ എന്തായാലും വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു, പ്രതീക്ഷയോടാണല്ലോ കയറുക. അവിടെ ചെന്ന സമയത്ത് അവിടെ ശമീകൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഇരിക്കുന്നുണ്ട്. ആ മഹർഷി ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്തറിഞ്ഞില്ല? പരീക്ഷിത്ത് വന്നോന്നും അറിഞ്ഞില്ല. അപ്പോൾ പരീക്ഷത്തിന് ദേഷ്യം വന്നു. ദാഹം വന്നിട്ടാണ് ദേഷ്യം വന്നത്. ദേഷ്യം വന്ന പരീക്ഷിത്ത് ആലോചിച്ചു, ഇദ്ദേഹം എന്താ ശരിക്കും സമാധിയാണോ അതല്ല വെറുതെ കണ്ണടച്ചിരിക്കുകയാണോ? എന്താ എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കണില്ല, മിണ്ടണില്ല? വല്ലാതെ ദേഷ്യം വന്ന ആ ചക്രവർത്തി എന്ത് ചെയ്തു? തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് അവിടെ ചത്തു കിടക്കുന്നൊരു പാമ്പുണ്ടായിരുന്നു. ആ ചത്തു കിടക്കുന്ന പാമ്പിനെ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് തോണ്ടിയെടുത്ത് ഈ ശമീക മഹർഷിയുടെ കഴുത്തിൽ ഒരു മാലയിടുന്നത് പോലെ ഇട്ടു. എന്നിട്ട് അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു, ദാഹമൊക്കെ തീർന്നു. ദാഹമൊക്കെ തീർന്നപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഞാനിന്ന് എന്താണ് ചെയ്തത്? ഓരോ ദിവസവും നമ്മൾ അന്വേഷിക്കണം. എന്ത്? രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ മുമ്പേ ഇന്ന് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്തെങ്കിലും ചീത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? പരീക്ഷിത്ത് പതിവ് പോലെ എല്ലാ ദിവസവും പരീക്ഷിത്ത് അത് ചെയ്യാറുണ്ട്. പതിവ് പോലെ അന്ന് പരീക്ഷിത്ത് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഞാനിന്ന് എന്തെങ്കിലും ചെയ്തോ? എന്ത് ചെയ്തു? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ? തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനിശ്രേഷ്ഠൻ്റെ കഴുത്തിൽ ഞാൻ ഒരു ചത്ത പാമ്പിനെ മാല പോലെ ഇട്ട് കൊടുത്തു. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അല്ലേ? അത് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില മുനികുമാരന്മാർ കൊട്ടാരത്തിൽ വന്നു. ആ മുനികുമാരന്മാർ കൊട്ടാരത്തിൽ വന്നിട്ട് ഈ ചക്രവർത്തിയോട് പറഞ്ഞു, അങ്ങയ്ക്കൊരു ശാപമുണ്ട്. അങ്ങ് ആ മുനിയുടെ കഴുത്തിൽ ആ ചത്ത പാമ്പിനെ ഇട്ടതുകൊണ്ട് ആ മുനിയുടെ മകൻ ശൃംഗി അങ്ങയെ ശപിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 7-ാം ദിവസം അങ്ങ് തക്ഷകൻ കടിച്ച് മരിക്കാൻ പോവുകയാണ്. ഈ ശാപവൃത്താന്തം കേട്ടപ്പോൾ ആർക്ക് സന്തോഷമായി? പരീക്ഷത്തിന് സന്തോഷമായി. അതെങ്ങനെയാത്? സന്തോഷമാവോ ശപിക്കുന്ന കേട്ടാൽ? താൻ 7-ാം ദിവസം മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. മുനികുമാരൻ്റെ ശാപമാണ്, അതൊരിക്കലും തെറ്റിപ്പോവുകയില്ല. ഋഷീണാം പുനരാര്യാനാം വാചമർത്ഥോനുധാവതി എന്നാ പറയാം. ഒരു ഋഷി എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞത് അതുപോലെ സംഭവിക്കും. ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു മഹാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന കാര്യം അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് പരീക്ഷത്തിന് മനസ്സിലായി, തനിക്കിനി 7 ദിവസം മാത്രമേ ആയുസുള്ളൂ. എന്താ ഇപ്പം ചെയ്യുക? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങൾ ഏതാണെന്ന് അർത്ഥം പറഞ്ഞില്ലേ? ഏതാണ്? ഒന്ന് നാവാണ്, മറ്റത് ചെവികളാണ്. ആരാണ് ഇവിടെ നാവ് ഉപയോഗിച്ചത്? ഇവിടെ നാവ് ഉപയോഗിച്ചത് മുനികുമാരനായ ശൃംഗിയാണ്. മുനികുമാരനായ ശൃംഗി നാവ് കൊണ്ട് എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ എടുത്തിട്ട ആ പരീക്ഷിത്ത് മഹാരാജാവിനെ ഇന്നേക്ക് 7-ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ എന്നല്ലേ നാവ് കൊണ്ട് പറഞ്ഞത്? അത് നല്ലതാണോ? അല്ല. അപ്പം മുനികുമാരനായ ശൃംഗി നാവ് കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ശാപവചസ്സുകളാണ് ഉദീരണം ചെയ്തത്. അപ്പം ഞാൻ രണ്ടും പറഞ്ഞു തന്നില്ലേ? നാവെങ്ങനെയാണ് നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു, നാവെങ്ങനെയാണ് ചീത്തയായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ശൃംഗികുമാരൻ എന്ത് ചെയ്തു? നാവ് ശരിക്കും പറഞ്ഞാൽ മോശമായിട്ട് ഉപയോഗിച്ചു. ആരെയും ശപിക്കരുത് എന്നല്ലേ പറയുക? ശപിക്കാറുണ്ടോ ആരെങ്കിലുമൊക്കെ?
നിങ്ങളോടാ ചോദ്യം. ഇതാരാണോ കേൾക്കുന്നത് അവരോടാണല്ലോ എൻ്റെ ചോദ്യം. നാവ് കൊണ്ട് എപ്പോഴെങ്കിലും ആരെയെങ്കിലും ശപിക്കാറുണ്ടോ? അവനവനോട് ചോദിക്കുക. ആ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുക. കാരണം ഒരാളെയും നമ്മൾ നാവ് കൊണ്ടോ മനസ്സുകൊണ്ട് പോലും ശപിക്കാൻ പാടില്ല. കാരണം എല്ലാ മനുഷ്യരും ആരാന്ന് രാവിലെ ആദ്യത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ? അത് കേൾക്കാൻ നിങ്ങൾ വരാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലാവുന്നുണ്ട്? നാവ് കൊണ്ട് ഒരാളെയും ശപിക്കാൻ പാടില്ല. കാരണം ശപിക്കുന്നത് നന്നല്ല. അങ്ങനെ ശപിക്കാൻ പാടില്ല. ഒരാളെ പറ്റിയും മോശമായി ചിന്തിക്കാനേ പാടില്ല. കാരണം എല്ലാ മനുഷ്യരും ആത്മസ്വരൂപികളല്ലേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതാണ് ഭാഗവതത്തിലെ സപ്താഹത്തിലെ ഒന്നാമത്തെ പ്രഭാഷണം എല്ലാവരും നിർബന്ധമായിട്ട് കേൾക്കണം എന്നാണ്. കാരണം ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ഭാഗവതത്തിൻ്റെ സാരം പൂർണ്ണമായിട്ടുണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ പല സപ്താഹ യജ്ഞത്തിലും ഒന്നാമത്തെ പ്രഭാഷണം കേൾക്കാൻ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം അതിനാണല്ലോ ഭാഗവതത്തിൻ്റെ മുഴുവൻ സാരവും പറയാം. ഏതായാലും രണ്ടാമത്തെ പ്രഭാഷണമാണല്ലോ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ രണ്ടാമത്തെ പ്രഭാഷണത്തിൽ ആചാര്യൻ എന്ത് ചെയ്യും? ആദ്യത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്ത് പറയാൻ പാടില്ല? ചീത്ത പറയാൻ പാടില്ല. നാവ് എന്തിനാ തന്നത്? നല്ലത് പറയാനല്ലേ നാവ് തന്നത്. അപ്പോൾ ഈ മുനികുമാരൻ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അതാർക്ക് മനസ്സിലായി? അച്ഛന് മനസ്സിലായി. അച്ഛന് മനസ്സിലായ സമയത്ത് ശമീകൻ തൻ്റെ പുത്രനെ അരികിൽ വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞത് വല്ലാത്ത കടുപ്പമായി പോയി. അവിടെ വെച്ച് നല്ല നല്ല വാക്കുകളാണ് അച്ഛൻ മകനോട് പറഞ്ഞത്. നാവ് എന്തിനാ തന്നത്? നല്ലത് പറയാനല്ലേ. നിന്നോടാരാ കളിക്കാൻ പോകാൻ പറഞ്ഞത്? ഞാനിവിടെ തപസ് ചെയ്തിരിക്കുകയല്ലായിരുന്നു. ഞാനിവിടെ തപസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ആശ്രമത്തിൽ ഇവിടെ ഇരിക്കണ്ടേ? ആശ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരിക്കണ്ടേ? ആ സമയത്ത് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയാൽ നീയല്ലേ തെറ്റ് ചെയ്തത്? ആ പരീക്ഷത്ത് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് നല്ലതുപോലെ ദാഹം വന്നാൽ ഇതുപോലെ നിനക്കും ദേഷ്യം വരും. നിനക്ക് ദാഹം വരാം. നീ പുഴവക്കത്തിരിക്കുമ്പോൾ നിനക്ക് ദാഹം വരുമോ? മകനോട് പറഞ്ഞു കൊടുക്കുക. ദാഹം വന്നാൽ ഏത് മനുഷ്യനും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. അത്തരം വികാരങ്ങളൊന്നും ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. നല്ല പോലെ ഒരാൾക്ക് വിശപ്പ് വരികയാണ്. വിശന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ വ്യാകരണം പഠിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും? അയാൾക്ക് തന്നെ വിശന്നിട്ട് അയാളൊരു 3 ആഴ്ചയായി ഒരാഹാരവും കഴിച്ചിട്ടില്ല. അങ്ങനെ വിശന്ന് വലയുന്ന ഒരാളോട് പറയുകയാണ്, ഞാൻ അങ്ങക്ക് വ്യാകരണം പഠിപ്പിച്ചു തരാം, ഇവിടെ ഇരുന്നോളൂ. അയാൾക്ക് ഈ സമയത്ത് വ്യാകരണം അതും പഠിപ്പിക്കുന്ന വ്യാകരണമാണ്. അദ്ദേഹത്തിന് വ്യാകരണം പഠിപ്പിക്കാൻ പാടുമോ? അദ്ദേഹത്തിന് എന്താണോ ഭക്ഷണം അത് കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലേ? അപ്പോൾ ഓരോ സമയത്തും നമ്മൾ യുക്തിപൂർവം യുക്തിസഹമായ രീതിയിൽ വേണം കാര്യങ്ങൾ. വ്യാകരണം നല്ലതൊക്കെയാണ്, പക്ഷേ വിശന്നിരിക്കുന്നവനെ എന്ത് ചെയ്യാൻ പാടില്ല? ബുഭുക്ഷിതൈഹി, നല്ലപോലെ വിശക്കുന്ന ഒരാൾക്ക് വ്യാകരണം ദഹിക്കില്ല. അവൻ ആഹാരം കൊടുക്കണം. അപ്പോൾ ഓരോ സന്ദർഭം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ, വേണ്ടേ? അതുകൊണ്ട് നാവ് കൊണ്ട് നീ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് മകനെ ശാസിച്ചു. പിന്നീടാണ് മുനികുമാരന്മാരെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചത്. ആ മുനികുമാരന്മാരാണ് കൊട്ടാരത്തിൽ വന്ന് ചക്രവർത്തിയോട് ശാപവൃത്താന്തം അരുളി ചെയ്തത്. അത് കേട്ട സമയത്ത് അദ്ദേഹം കേട്ടു, അല്ലേ? ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായ കഥാസുധായാം ഉപസംപ്രയോഗം. അപ്പോഴാണ് പരീക്ഷിത്ത് ആലോചിച്ചത്, എനിക്ക് ഏതായാലും കഥ കേൾക്കാനുള്ള നല്ലൊരവസരമാണ് ഈ ശാപം. ഞാനേതായാലും 7 ദിവസം കഴിഞ്ഞാൽ മരിക്കാൻ പോവുക. അപ്പോൾ 7 ദിവസം എനിക്ക് എന്ത് ചെയ്യണം? കഥ കേൾക്കണം. കഥാസുധായാം ഉപസംപ്രയോഗം. എൻ്റെ ചെവി ഇനി മുഴുവൻ സമയവും, എൻ്റെ ജീവിതത്തിൽ അവശേഷിച്ച മുഴുവൻ സമയവും എൻ്റെ 2 ചെവികളും ഇനി ഭഗവാന്റെ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങി, മരവുരി മാത്രം ധരിച്ചു, കുറേ ദർഭപ്പുല്ലുകൾ കയ്യിലെടുത്തു. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് കഥ കേൾക്കാനുള്ള ഔത്സുക്യത്തോടെ നേരെ എവിടെ ചെന്നിരുന്നു? ഗംഗാനദിയുടെ തീരത്ത് ചെന്നിരുന്നു. ആ ഗംഗാനദിയുടെ തീരത്തിരുന്നാൽ കഥ കേൾക്കാൻ പറ്റുമോ? ചോദ്യം. എന്തിനാ ഗംഗാനദിയുടെ തീരത്ത് പോയിരുന്നത്? ഗംഗാനദിക്ക് ഒരു വിശേഷമുണ്ട്. യാവൈലസശ്രീ തുളസീ വിമിശ്ര കൃഷ്ണാഘ്രിരേണ്വഭ്യധികാംബുനേത്രി
എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് നേരെ ഗംഗാനദിയുടെ തീരത്തേക്ക് തന്നെ പോയത്? പണ്ട് ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചു. അങ്ങനെ ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലമെടുത്ത് ഭഗവാന്റെ പാദം, ത്രിവിക്രമമൂർത്തിയായ ഭഗവാന്റെ പാദം നല്ലതുപോലെ കഴുകി. അങ്ങനെ നല്ലതുപോലെ കഴുകിയ സമയത്ത് ആ ഭഗവാന്റെ പാദതീർത്ഥമാണ് എത്രയോ ഗംഭീരമായ ഒരു പുഴയായി മാറിയത്. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്ത്? അധോ വിഹായേ മമമും ച ലോകം വിമർശിതോ ഹേയതയാ പുരസ്താൽ കൃഷ്ണാഘ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യ നദ്യാം കൃഷ്ണാഘ്രിസേവാം അതിമന്യമാന. പരീക്ഷിത്ത് മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഞാനിനി സേവിക്കാൻ പോവുകയാണ്. എന്താ സേവിക്കാൻ പോകുന്നത്? കൃഷ്ണാഘ്രി സേവ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന പാദത്തെ 7 ദിവസവും സേവിക്കാൻ ആര് തീരുമാനിച്ചു? പരീക്ഷിത്ത് മഹാരാജാവ് സേവിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞാൽ കുടിക്കുക എന്ന അർത്ഥം അല്ലേ? ശ്രീകൃഷ്ണൻ്റെ കാല് കുടിക്കാൻ പറ്റുമോ? ഇതെന്താ ഇപ്പോൾ ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്? കൃഷ്ണാഘ്രി സേവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീകൃഷ്ണൻ്റെ കാല് കുടിക്കുക. ശ്രീകൃഷ്ണൻ്റെ കാല് കുടിക്കാൻ പറ്റുമോ? പറ്റും. ശ്രീകൃഷ്ണൻ്റെ കാല് ആരാ കുടിച്ചത്? ശ്രീകൃഷ്ണൻ തന്നെ കുടിച്ചിട്ടുണ്ട്. അതെപ്പോഴാ? ശ്രീകൃഷ്ണൻ കാല് കുടിച്ചിട്ടുണ്ട്. അതെപ്പോഴാത്? ശ്രീകൃഷ്ണൻ പണ്ടൊരിക്കൽ വളരെ ചെറിയൊരു ഉണ്ണിയായിട്ടിരുന്നു. മാർക്കണ്ഡേയൻ എന്ന് പറയുന്നൊരു മഹർഷി തപസ് ചെയ്യായിരുന്നു. അന്ന് വലിയൊരു പ്രളയം വന്നു അത്രേ. ആ വലിയ പ്രളയം വന്ന സമയത്ത് ഭഗവാന് തോന്നി, എനിക്ക് എൻ്റെ കാലൊന്ന് കുടിക്കണം എന്നാർക്ക് തോന്നി? ഭഗവാന് തോന്നി. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാന് തോന്നി, ഈ മാർക്കണ്ഡേയൻ്റെ മുന്നിൽ എനിക്ക് നല്ല ഒരു അവതാരം സ്വീകരിക്കണം. അങ്ങനെ ഭഗവാൻ ആരായിട്ട് അവതരിച്ചു? ആലിലക്കണ്ണനായിട്ട് അവതരിച്ചു. പേരാലിൻ്റെ ഇലയിൽ വളരെ ചെറിയ ഒരു ഉണ്ണിയായി ഭഗവാൻ ഒരു അവതാരമെടുത്തു. നല്ല ഭംഗിയുള്ള രൂപം. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കരാരവിന്ദേന പദാരവിന്ദം. യോഗികളൊക്കെ പറയാറുണ്ട്, എൻ്റെ കാല് കുടിക്കാൻ നല്ല രസാത്രേ, എൻ്റെ കാലിൽ നിന്ന് എപ്പോഴും അമൃതം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആര് പറയാറുണ്ട്? ആര് പറയണത് ഭഗവാൻ കേട്ടിട്ടുണ്ട്? യോഗികൾ പറയണത് ഭഗവാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാനൊരു സംശയം, ഈ യോഗികൾ പറയണത് സത്യമാണോ എന്ന് അറിയണ്ടേ? എൻ്റെ പാദത്തിൽ നിന്ന് എപ്പോഴും അമൃത് ഒഴുകി വരുന്നുണ്ട് എന്ന് യോഗികൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ വളരെ ചെറിയൊരു ഉണ്ണിയായി ആ പേരാലിൻ്റെ ഇലയിൽ അങ്ങനെ മലർന്നു കിടന്ന് തൻ്റെ മനോഹരമായ കൈകളെ കൊണ്ട് തൻ്റെ മനോഹരമായ പാദം തൻ്റെ ചുണ്ടോട് ചേർത്ത് ഭഗവാൻ സ്വന്തം കാല് കുടിച്ചില്ലേ? അങ്ങനെ കാലിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്താ തോന്നിയത് എന്നറിയോ? എന്താ തോന്നിയത്? കൃഷ്ണാഘ്രി സേവാമധിമന്യമാന. കൃഷ്ണനാകുന്ന ഭഗവാന് തോന്നി, എൻ്റെ പാദത്തിലെ മകരന്തം സേവിക്കാൻ എന്തൊരു രസ. പറഞ്ഞാൽ മനസ്സിലായോ? എന്താ മനസ്സിലായത്? കൃഷ്ണാഘ്രി സേവാം അധിമന്യമാന. കൃഷ്ണൻ പോലും ഏതൊരു കൃഷ്ണൻ്റെ പാദമാണോ പണ്ട് പേരാലിൻ്റെ ഇലയിൽ കടന്ന് ഇത് സേവിക്കാൻ രസമാണ്, ഇത് സേവിക്കാൻ രസമാണ്, ഈ മകരന്തത്തേക്കാൾ രസമുള്ള യാതൊന്നും ലോകത്തിലില്ല, ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നു, എന്നിട്ട് ഇത്ര കാലമായിട്ട് ഞാനത് സേവിച്ചു നോക്കിയില്ല. ഞാൻ ഏതെല്ലാം രൂപത്തിൽ ഭൂമിയിൽ വന്ന് അവതരിച്ചുല്ലേ, പക്ഷേ ഇന്നേ വരെ ഞാൻ എന്ത് സേവിച്ചു നോക്കിയിട്ടില്ല? എൻ്റെ പാദമകരന്തം ഞാൻ സേവിച്ചു നോക്കിയിട്ടില്ല. ഈ നാലിലക്കണ്ണനായിട്ട് അവതരിച്ചപ്പോൾ എനിക്ക് മലർന്നു കിടന്ന് എൻ്റെ കുഞ്ഞു കൈകളെ കൊണ്ട് എൻ്റെ പാദം തന്നെ എൻ്റെ ചുണ്ടോട് ചേർത്ത് ഭഗവാൻ സ്വന്തം പാദമകരന്തം, ആ പാദത്തിൽ നിന്നൊഴുകി വരുന്ന ആ മധു ഉണ്ട്. ഭഗവാൻ ആ പേരാലിൻ്റെ ഇലയിൽ ഇരുന്നിങ്ങനെ പറഞ്ഞു, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം. ഭഗവാൻ അങ്ങനെ സ്വന്തം പാദത്തിൻ്റെ സേവയിൽ കൃഷ്ണാഘ്രി സേവാമധിമന്യമാന.
ആ പാദസേവയിൽ ഭഗവാൻ തന്നെ രമിച്ചിരിക്കുന്നത് ആര് കണ്ടു? മാർക്കണ്ഡേയൻ പോലും കണ്ടു എന്നൊരു കഥയുണ്ടല്ലേ. ഈ കഥ ആർക്കറിയാം? ഈ കഥ പരീക്ഷിത്ത് ആരെ കണ്ടിട്ടുണ്ട്? മാർക്കണ്ഡേയനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാർക്കണ്ഡേയ മുനിയും പരീക്ഷിത്തും കൂടി കണ്ട സമയത്ത് പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് ആ ഭഗവാനെ പറ്റി ലേശം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ മാർക്കണ്ഡേയ മുനി എന്ത് ചെയ്തു? പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാർക്കണ്ഡേയ മുനി പറഞ്ഞു കൊടുത്ത ഒരു കഥ പരീക്ഷത്തിന് ഓർമ്മയുണ്ട്. അപ്പോൾ പരീക്ഷത്ത് തീരുമാനിച്ചു, എനിക്ക് ഏതായാലും ആകെ 7 ദിവസം മാത്രമേ ആയുസുള്ളൂ. അപ്പോൾ 7 ദിവസം എനിക്ക് എന്ത് ചെയ്യാം? സേവിക്കാൻ തീരുമാനിച്ചു. എന്താ സേവ? ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പരിപാടിയുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ കന്നിമാസത്തിൽ 1-ാമത്തെ ദിവസം തൊട്ട് 12-ാമത്തെ ദിവസം വരെ 12 ദിവസവും ഈശ്വര സേവ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ കോട്ടയത്ത് ഉണ്ട്. ഇപ്പോൾ കോട്ടയാണല്ലോ ഈ സ്ഥലം അല്ലേ. കോട്ടയത്ത് വെന്നിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്നത്. ഈ വെന്നിമല വലിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണ സമേതനായിട്ടിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണല്ലോ നമ്മൾ ഈ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോട്ടയം ജില്ലയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട് കോഴിക്കോടാണ്. അവിടേക്ക് ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. എന്താ സമ്പ്രദായം? കന്നിമാസത്തിലെ 1-ാമത്തെ ദിവസം തൊട്ട് 12 ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 മണിക്കൂറും ഈശ്വരനെ സേവിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നൊരു വ്രതം ഉണ്ട്. ആ വ്രതത്തിൻ്റെ പേരാണ് ഈശ്വര സേവ. അപ്പോൾ അതിരാവിലെ ഗണപതി ഹോമം കഴിക്കും വിസ്തരിച്ച്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലും. പിന്നെ ഭഗവതിയെ പത്മമിട്ട് അഷ്ടദളം കൊണ്ട് പത്മൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അഷ്ടദള പത്മൊക്കെ ഉണ്ടാക്കിയിട്ട് 8 ദളങ്ങളുണ്ടാവും. അതിൽ ഈ പലതരത്തിലുള്ള പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പത്മം ഉണ്ടാക്കുക. എന്നിട്ട് ആ പത്മത്തിൽ വിളക്കൊക്കെ വെച്ച് അതിരാവിലെ തൊട്ട് ഭഗവതിയെ സേവിക്കും. ത്രികാല പൂജയായിട്ടാണ് കഴിക്കുക. രാവിലെ കുറേ പുഷ്പാഞ്ജലി കഴിക്കും, ഉച്ചയ്ക്ക് കുറേ പൂജയ്ക്ക് പുഷ്പാഞ്ജലി കഴിക്കും, വൈകുന്നേരം അതിഗംഭീരമായിട്ട് പുഷ്പാഞ്ജലി കഴിക്കും, ലളിതാ സഹസ്രനാമം ജപിക്കും, ലളിതാ ത്രിശതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, അത് ജപിക്കും. പ്രത്യേകിച്ച് നവരാത്രി കാലമൊക്കെ വിശേഷപ്പെട്ട കാലമാണ്. അങ്ങനെ ഇരുന്ന് 12 ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇടതടവില്ലാതെ ഭഗവാനെയും ഭഗവതിയും സ്മരിക്കുന്ന സേവയ്ക്കാണ് എന്ത് പറയുക? ഈശ്വര സേവ എന്ന് പറയാം. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്നിമാസത്തിലെ 12 ദിവസവും ഒരു മഹാവ്രതമാണ്. അതിൻ്റെ പേരാണ് ഈശ്വര സേവ. ആ സമയത്ത് ഭഗവാനെ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കില്ല. അവിടെ 12 ദിവസമാണെങ്കിൽ പരീക്ഷത്തിന് എത്ര ദിവസമാണ്? പരീക്ഷത്തിന് 7 ദിവസമാണ്. അപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു, അധോ വിഹായേ മമമും ചലോകം വിമർശിതൗ ഹേയതയാ പുരസ്താൽ. എനിക്ക് അല്ലയോ രാജർഷിമാരെ, ബ്രഹ്മർഷിമാരെ, ദേവർഷിമാരെ, ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള യാതൊന്നും സേവിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ആകെ 7 ദിവസമേ ആയുസ്സുള്ളൂ. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള ഒരു വിഷയസുഖങ്ങളും സേവിക്കുവാൻ എനിക്കിനി ആശയില്ല. എനിക്കാകെ ആശയുള്ളതെന്താ? കൃഷ്ണാഘ്രിസേവാം അധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യ നദ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഗംഗാനദിയുടെ തീരത്തേക്ക് വന്നത്. ഈ ഗംഗാനദിയുടെ തീരത്തിരുന്നാൽ എന്താ രസം എന്നറിയോ? എന്താ രസം? നേരത്തെ പറഞ്ഞില്ലേ, ഗംഗാനദി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ഭഗവാന്റെ പാദം കഴുകിയ പാദതീർത്ഥമാണ്. അപ്പോൾ ഭഗവാന്റെ പാദം ഒരിക്കൽ സ്പർശിച്ച ഒരാൾക്ക് ഓരോന്നും നാവുകൊണ്ട് പറയാൻ തോന്നില്ല അത്രേ. മനസ്സിലായോ? മനസ്സിലായില്ല. നമുക്കെന്താ നാവുകൊണ്ട് അതും ഇതൊക്കെ പറയാൻ തോന്നും? നമ്മൾ ഭഗവാന്റെ പാദം സ്പർശിക്കാഞ്ഞിട്ടാണ്. ഭഗവാന്റെ പാദം ഇന്നേവരെ സ്പർശിച്ചിട്ടില്ലേ? എവിടുന്ന് സ്പർശിക്കാനാണ്? നേരിട്ട് കണ്ടിട്ട് വേണ്ടേ? ഗുരുവായൂരപ്പനെ പ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് കാണുക. എന്നിട്ട് ആ ഭഗവാന്റെ പാദം ഒരിക്കൽ സ്പർശിച്ചാൽ അവന് പിന്നെ ഭഗവാനെ പറ്റിയല്ലാതെ നാവ് കൊണ്ട് വേറെ ഒന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗോപസ്ത്രീകൾ എന്നാണോ ഭഗവാന്റെ പാദം സ്പർശിച്ചത് അന്ന് തൊട്ട് ഈ ഗോപികമാര് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഉദ്ഗായതീനാം അരവിന്ദലോചനം പ്രജാംഗനാനാം ദിവമസ്പൃശൽ ധ്വനി. അന്ന് അമ്പാടിയിൽ യശോദ പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഗോപികമാര് തിരുതരെ അങ്ങോട്ട് ഓടി വന്നത്.
ഗോപ്യസുമൃഷ്ടമണികുണ്ടല നിഷ്കകണ്ഠ്യശ്ചിത്രാംബരാ പതിശിഖാച്യുതമാല്യവരുഷാ നന്ദാലയം സവലയാവ്രജതീർവിരേജു വ്യാലോലകുണ്ടലമയോധരഹാരശോഭാ. യശോദാനന്ദനായി സാക്ഷാൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാ ഗോപികമാരും കയ്യിൽ വെണ്ണയും പാലും തൈരും പൂക്കളും ഫലങ്ങളും ഒക്കെ എടുത്ത് ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വന്നു. വന്ന ഗോപികമാരൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ ചെയ്തതെന്നറിയോ? യശോദേ, ഞാൻ ആ ഉണ്ണിയുടെ പാദം ഒന്ന് തൊട്ട് നോക്കട്ടെ. തൊട്ടോളൂ. അങ്ങനെ വന്ന മുഴുവൻ ഗോപികമാരും എന്ത് ചെയ്തു? യശോദയുടെ തൽപ്പത്തിൽ കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണാഘ്രിസേവ അതിമന്യമാന, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുടുത്ത അതിമനോഹരമായ പാദം മെല്ലെ അവരെ കൈകൊണ്ടൊന്ന് തൊട്ടു, ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ അവരുടെ ഉള്ളിലേക്കൊരു വിദ്യുൽ പ്രവാഹമുണ്ടായി എന്നാ ഭാഗവതം പറയണം. വിദ്യുൽ പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താ? അതിപ്പോൾ എങ്ങനെയാ പറഞ്ഞുതരാൻ പറ്റില്ല, അത് അനുഭവിക്കാൻ പറ്റില്ല. എന്താ കാരണം? മരിച്ചു പോവും. വൈദ്യുതി ഒന്നായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ആ മനുഷ്യൻ മരിച്ചു പോകുന്നുണ്ട്. വിദ്യുൽ പ്രവാഹം അനുഭവിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു നല്ല വൈദ്യുതിയാണത്രേ. നല്ല രസമുള്ള ഒരു വൈദ്യുതിയാണ്, ആനന്ദമാകുന്ന ഒരു വൈദ്യുതിയാണ്. എല്ലാ ഗോപികമാരുടെയും ശരീരം മുഴുവനും പ്രവഹിച്ചു. എപ്പോഴാണോ അവർ യശോദയുടെ തൽപ്പത്തിൽ കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ പാദം ഒന്ന് തൊട്ടപ്പോഴേക്കും അവരുടെ ശരീരം മുഴുവനും ആനന്ദത്തിൻ്റെ ഒരു പ്രവാഹം. അവരാ നിമിഷം തൊട്ട് ഗോപികമാരെന്താ ചെയ്തത്? ഭഗവാന്റെ പാദം തൊട്ട് അമ്പാടിയും മുറ്റത്തേക്ക് ഇറങ്ങിയ ഗോപികമാര് ഉൽഗായതീനാം. നേരത്രയാ? രാവിലെ 4 മണിയാണ്. നമ്മളൊക്കെ കടന്നുറങ്ങുന്ന സമയമല്ലേ? കോട്ടയത്താർ എപ്പോഴാണ് എണീക്കാന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ചെറുപ്പക്കാരും പല ആൾക്കാരും ബ്രാഹ്മ മുഹൂർത്തത്തിലും രുദ്രമുഹൂർത്തത്തിലും ഒക്കെ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ്. അരുത്. അതിരാവിലെ എഴുന്നേൽക്കട്ടെ. എല്ലാ ഗോപികമാരും ഭഗവാൻ അവതരിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഉദ്ഗായതീനാമരവിന്ദലോചനം, താമരക്കണ്ണനായ ഭഗവാന്റെ ഗുണഗണങ്ങൾ അവർ നാവുകൊണ്ട് പാടാൻ തുടങ്ങി. അതാണ് നേരത്തെ പറഞ്ഞത്. എന്ത്? ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. പിന്നെ ഗോപികമാരന്ന് തൊട്ട് എല്ലാ ദിവസവും ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാകുന്ന ഒരമൃതരസ പ്രവാഹത്തിലാണ് മുങ്ങി ജീവിച്ചത്. അവർ പറയും, ഞങ്ങൾക്ക് വേറെ യാതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ഒരു ഒന്നും കേൾക്കണ്ട, എന്തുമാത്രം കേട്ടാൽ മതി, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ മാത്രം കേട്ടാൽ മതി. ശ്രുതേശ്ച വിദ്വദ്ഭി ഉപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. അങ്ങനെ ജീവിതകാലം മുഴുവനും ശ്രീകൃഷ്ണ കഥയാകുന്ന ഒരമൃത സിന്ധുവിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു ആര്? അമ്പാടിയിലെ ഗോപികമാര്. എത്ര പേരുടെ കഥ പറഞ്ഞു അല്ലേ? നൈമിഷാരണ്യത്തിരിക്കുന്ന സൂതപൗരാണികൻ്റെ കഥ പറഞ്ഞു, ശൗനകാദികളുടെ കഥ പറഞ്ഞു, കുന്തിദേവിയുടെ കഥ പറഞ്ഞു, ഭീഷ്മരുടെ കഥ പറഞ്ഞു. എത്രയെത്ര പേരുടെ കഥ നമ്മൾ കേട്ടു. ഇപ്പോൾ പരീക്ഷത്തിൻ്റെ കഥയും നമ്മൾ കേട്ടു. 7 ദിവസവും മറ്റൊന്നും കേൾക്കാതെ ശ്രീശുഖബ്രഹ്മർഷി പറയുന്ന കഥാസുധായാം ഉപസംപ്രയോഗം. ആ കഥയാകുന്ന അമൃത്, കഥയെ എന്തിനോട് ഉപമിച്ചിരിക്കുകയാണ്? അമൃതിനോട് ഉപമിച്ചിരിക്കുക. അമൃതിൻ്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ? എന്താണ്? അമൃത് കഴിച്ചാൽ പിന്നെ ഒരു രോഗങ്ങളും ഉണ്ടാവുകയില്ല. അപ്പം ക്യാൻസർ മാറാൻ ഏറ്റവും നല്ലതെന്താ? ലോകത്തിൽ മരുന്നിട്ടില്ല അല്ലേ? ഇന്നേ വരെ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ പുരാണങ്ങൾ പറയുന്നു അമൃതാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഔഷധം. പക്ഷേ നിർഭാഗ്യവശാൽ ഭൂമിയിൽ എന്ത് കിട്ടാനില്ല? അമൃത് ഭൂമിയിൽ കിട്ടാനില്ല. ഭൂമിയിൽ അമൃത് കിട്ടിയ എന്ത് സുഖമല്ലേ? എല്ലാ രോഗങ്ങളും ഏതുകൊണ്ട് മാറും? അമൃത് കഴിച്ചാൽ മാറും. പക്ഷേ ഭൂമിയിൽ എന്ത് കിട്ടാനില്ല? അമൃത് കിട്ടാനില്ല. പക്ഷേ ഭൂമിയിൽ വേറൊരു അമൃത് കിട്ടാനുണ്ട്. ആ അമൃതിൻ്റെ പേരാണ് കഥാസുധ, കഥയാകുന്ന അമൃത്. ഈ കഥയാകുന്ന അമൃത് എങ്ങനെയാണ് കഴിക്കുക?
ഈ മരുന്ന് കഴിക്കുമ്പോൾ വൈദ്യൻ പറയില്ലേ ഇത് മൂക്ക് കൂടെ കയറ്റാനുള്ളതാണ്, അല്ലെങ്കിൽ ചെവിയിൽ 2 ഇറ്റ് വീതം ഒഴിക്കാനുള്ളതാണെന്നൊക്കെ പറയില്ലേ? അപ്പോൾ വൈദ്യർ പറയുന്നത് പോലെ ചെയ്യണം. ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്ന് വായോണ്ട് കഴിച്ചാലോ? മനസ്സിലായില്ല അല്ലേ? ഡോക്ടർ ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്ന് തന്നു, പക്ഷേ രോഗിക്ക് അറിയില്ല. രോഗി അതൊക്കെ പാടുത്ത് വായോണ്ട് കഴിച്ചാലോ? വായ കൊണ്ട് കഴിച്ചാൽ ശരിയാവില്ല. ചില മരുന്ന് മൂക്കിലുറ്റിക്കാനാവും, അത് വായ കൂടെ കഴിച്ചാലോ? ശരിയാവില്ല. അപ്പം മരുന്ന് കഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയണം. മൂക്ക് കൊണ്ടാണോ, ചെവി കൊണ്ടാണോ, വായ കൊണ്ടാണോ, അതല്ല എവിടെയെങ്കിലും ലേപനം ചെയ്താൽ മതിയോ എന്ന് അറിയണ്ടേ? അപ്പോൾ ഭഗവാന്റെ കഥയെ ഇവിടെ ഒരു മരുന്നിനോട് ഉപമിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ നല്ല ഒന്നാന്തരം അമൃതമാണ്, അത് നല്ല ഒന്നാന്തരം മരുന്നാണ്. ആ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ചെവി കൊണ്ടാണ് കഴിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ സാഹിത്യം? ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ കഥ പറയുമ്പോൾ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ ആ കഥ കേട്ടാൽ മതി. അപ്പോൾ ചെവിക്ക് കേൾവിശക്തി ഉണ്ടാവണം. കേൾവിശക്തി ഇല്ലാത്തവരെന്താ ചെയ്യുക എനിക്കറിയില്ല അല്ലേ? ചില ഭാഗ്യമില്ലാത്ത ചില മനുഷ്യർക്ക് എന്തോ കാരണം കൊണ്ട് ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലോ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അവർക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? നേരെ മറിച്ച് ചെവിക്ക് കേൾവിശക്തിയുള്ള മുഴുവൻ ആൾക്കാരും ജീവിതത്തിൽ കേൾക്കേണ്ടത് ഒന്ന് മാത്രമാണ്. അതിൻ്റെ പേരാണ് കഥാസുധായാമുപസംപ്രയോഗം. അത് കേട്ടാൽ മതി. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്നപ്പോൾ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ മഹർഷിവര്യന്മാരോടും പറഞ്ഞതെന്തേ? അധോ വിഹായേമം അമും ചലോകം വിമർശിതോ ഹേയതയാ പുരസ്താൽ. അല്ലയോ മഹർഷിവര്യന്മാരെ, ഞാനൊരു ചക്രവർത്തിയായതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ഇത്രയും നാൾ ഞാൻ വേണ്ടതുപോലെ അനുഭവിച്ചു. ഇനി എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ പരലോകത്തിൽ കിട്ടാവുന്ന കാര്യങ്ങളും എത്രയോ എത്രയോ നിസ്സാരമാണെന്ന് എൻ്റെ ബുദ്ധി എന്നോട് ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പരലോകത്തിലുള്ളതും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്തുമാത്രം മതി? കൃഷ്ണാംഘ്രിസേവാം അധിമന്യമാന ഉപാവിശൽ പ്രായം അമർത്യനദ്യാം. ഗംഗാദേവിക്ക് മറ്റൊരു പേരുണ്ട്, അമർത്യനദി എന്നൊരു പേരുണ്ട്. അമർത്യനദി പറഞ്ഞാൽ എന്താ അർത്ഥം? അമർത്യ പറഞ്ഞാൽ എന്താ? ഒരിക്കലും മരിക്കില്ല അത്രയും. ആരാണോ ഗംഗാനദിയുടെ തീരത്ത് പോയി താമസിക്കുന്നത് ആ മർത്യന്മാരൊക്കെ ആരായിട്ട് മാറും? നമ്മളൊക്കെ മർത്യന്മാരാണല്ലോ അല്ലേ? മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മൃത്യുധർമ്മം ഉള്ളവനെയാണ് മർത്യൻ എന്ന് പറയാം. എന്നാൽ ആരാണോ ഈ പ്രായം അമർത്യനദ്യാം, അമർത്യനദി പറഞ്ഞാൽ എന്താ? സാധാരണ മനുഷ്യനെ, ഒരു സാധാരണ ഈ മർത്യൻ എന്ന് പറയുന്ന ഒരാളെ അമർത്യനാക്കി മാറ്റാൻ കഴിവുള്ള ഒരു നദിയുണ്ട്. മർത്യനെ അമർത്യനാക്കി മാറ്റാൻ കഴിവുള്ള നദിയുടെ പേരാണ് അമർത്യനദി. അപ്പോൾ അമർത്യനദി പറഞ്ഞാൽ ഏതാ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഉറക്കം തൂങ്ങുന്നുണ്ടോ? രാവിലെ ഒന്നും ഉറക്കം തൂങ്ങരുതേ. ഇപ്പോൾ 2ാമത്തെ പ്രഭാഷണമായിട്ടേ ഉള്ളൂ. അപ്പോൾ അമർത്യനദി പറഞ്ഞാൽ ഏതാ? മർത്യനെ അമർത്യനാക്കുന്ന നദി ഏതാണോ അതിൻ്റെ പേരാണ് അമർത്യനദി. അപ്പം നമ്മളൊക്കെ മർത്യനാണ് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ദിവസം ചത്തുപോവില്ലേ? ചത്തുപോകുന്നു പാവം ശിവ ശിവ. പൂന്താനം പറഞ്ഞില്ലേ? എന്തൊക്കെയോ ആലോചിച്ച് എന്തെല്ലാമോ ചെയ്ത് പാവം മനുഷ്യരൊക്കെ മൃത്യുധർമ്മത്തിന് അടിപ്പെട്ടു പോകുന്നു. പക്ഷേ ഭൂമിയിൽ മർത്യനോട് പറയുന്നു, ഭഗവാൻ പറയുന്നു, ഇവിടെയൊരു പുഴയൊഴുകുന്നുണ്ട്, ഇവിടെയൊരു പുഴയൊഴുകുന്നുണ്ട്. അല്ലയോ ലോകരെ, ഭാരതത്തിലേക്ക് വരൂ, ഈ പുഴയുടെ സമീപത്ത് താമസിക്കൂ. ആ പുഴയുടെ പേരാണ് ഗംഗാനദി. ആ ഗംഗാനദിക്ക് അമർത്യനദി എന്ന് പേരുണ്ട്. അതിൻ്റെ അടുത്ത് താമസിച്ചാൽ മരിക്കുകയില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ പല ആൾക്കാരും ജീവിതത്തിലെ അവസാന കാലം എവിടെ ചെലവഴിക്കും? ഗംഗാനദിയുടെ തീരം ചെലവഴിക്കും. ആ ഗംഗാനദിയുടെ തീരത്ത് വെച്ച് മരിക്കണമെന്ന് വിചാരിച്ച് അവിടെ പോയി താമസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരോട് വെച്ചങ്ങ് മരിക്കുകയാണ്. എന്താ കാരണം? അവിടെ വെച്ച് മരിച്ചാൽ സ പുനരാവർത്തതേ, പിന്നെ അവന് വീണ്ടും ജനിക്കേണ്ടി വരില്ല, പരമമായ പദവിയിലേക്ക് പ്രാപിക്കാം. എത്രയോ പേര് ഇപ്പോഴും കേരളത്തിൽ നിന്നൊക്കെ പോകുന്നുണ്ട്, പിന്നെ തിരിച്ചു വരില്ല. എനിക്ക് മരണമുണ്ടെങ്കിൽ അതെവിടെ വെച്ചായിരിക്കും? ഗംഗാനദിയുടെ തീരത്ത്. അങ്ങ് ഗംഗാനദിയുടെ തീരത്ത് വെച്ച് മരിക്കുന്ന മനുഷ്യരുടെയൊക്കെ മൃതദേഹങ്ങൾ അവിടെയുള്ള ആൾക്കാർ നേരെ പുഴയിലേക്ക് വലിച്ചെറിയുക ചെയ്യുക.
അയ്യോ, അത് വല്ലാത്തൊരു കാഴ്ച കേട്ടോ. അത് മുഴുവൻ കത്തുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഗംഗാനദിയിൽ പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും മർത്യനെ അമർത്യനാക്കി മാറ്റാൻ കഴിവുള്ളതാണ് ഈ ഗംഗാനദി എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണാംഘ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യ നദ്യ. എങ്ങനെയാ ഈ ഗംഗാനദിക്ക് കഴിവുണ്ടായത്? ഗംഗാനദി എന്തു തൊട്ടു? നേരത്തെ ഗോപികമാരുടെ കഥ പറഞ്ഞില്ലേ? ഗോപികമാരെപ്പോഴാണോ ശ്രീകൃഷ്ണന്റെ പാദം തൊട്ടത്, ആ നിമിഷം തൊട്ട് ഗോപികമാര് എന്താ ചെയ്തത്? ഉദ്ഗായതീനാമരവിന്ദലോചനം, താമരക്കണ്ണനായ ഭഗവാന്റെ ഭാവഗാനങ്ങൾ പാടുകയായിരുന്നു. ഗംഗാനദി എപ്പോഴാണോ സാക്ഷാൽ ത്രിവിക്രമസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ പാദം തൊട്ടത്, ആ നിമിഷം തൊട്ട് ഗംഗാനദി ഇങ്ങനെ ഒഴുകുകയാണ്. കൈലാസത്തിൽ നിന്നാണല്ലോ ഒഴുകണതല്ലേ. അങ്ങനെ ഒഴുകണ സമയത്ത് പാറക്കൂട്ടങ്ങളിൽ തട്ടി, മരങ്ങളിൽ തട്ടി, പല പല ഭാഗത്തും തട്ടുമ്പോൾ ഒഴുകുന്ന പുഴയ്ക്കൊരു ശബ്ദം ഉണ്ടാവില്ലേ? ആ ഒഴുകുന്ന പുഴയുടെ ഈ കളകളാരവം മുഴുവനും വാസ്തവത്തിൽ എന്താ? ഗംഗാനദി പറയുന്നു, എനിക്ക് ഉദ്ഗായതീനാമരവിന്ദലോചനം എന്നാണോ ത്രിവിക്രമമൂർത്തിയായ ഭഗവാന്റെ, രണ്ടടി കൊണ്ട് പ്രപഞ്ചം മുഴുവനും അളന്ന ഭഗവാന്റെ അതിമനോഹരമായ പാദം എന്നാണോ ഞാൻ സ്പർശിച്ചത്, അന്നു തൊട്ട് എനിക്ക് പറയാൻ ഇനി മറ്റൊന്നുമില്ല, ഭഗവാന്റെ കഥകൾ മാത്രം. അതുകൊണ്ട് ഗംഗ എന്ന് പറയുന്ന നദി എപ്പോഴും ആരുടെ കഥയാണ് പറയണത്? ഭഗവാന്റെ കഥയാണ് പറയണത്. ഇപ്പം മനസ്സിലായില്ലേ എന്താ നാവ് കൊണ്ട് പറയേണ്ടതെന്ന്? ഏകാന്തലാഭം വചസോന്നു പുംസാം സുശ്ലോകമൂലേ. അപ്പം ഗംഗാനദിക്ക് വാസ്തവത്തിൽ ജീവനില്ല എന്നാ പറയാറില്ലേ? അങ്ങനെ ജീവനില്ല എന്ന് വിചാരിക്കുന്ന അചേതനമെന്ന് നമ്മൾ പറയുന്ന ആ ഗംഗാനദി പോലും കളകളാരവത്തിൽ കൂടെ ഏകാന്തലാഭം വചസോന്നു പുംസാം സുശ്ലോകമൗലേ ഗുണവാദമാഹു. ആ ഗംഗാനദിയുടെ കളകളാരവത്തിൽ കൂടെയുള്ള ശ്രീകൃഷ്ണ കഥ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലയോ മഹർഷിമാരൊക്കെ മിണ്ടാണ്ടിരിക്കുക. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹർഷിമാരും മിണ്ടാതിരിക്കുകയാണ്. ഒരു മഹർഷിയും ഒന്നും പറയുന്നില്ല, അത്ര മിണ്ടണില്ല. വസിഷ്ഠൻ ഒന്നും ഉരിയാടുന്നില്ല. ശവനനും ശരദ്വാനും അങ്ങനെ തന്നെ. അരിഷ്ടനേമി നാവളക്കുന്നില്ല, ഭൃഗു മിണ്ടുന്നില്ല, അങ്കിരസ് മിണ്ടുന്നില്ല. പരാശരൻ സാക്ഷാൽ വേദവ്യാസന്റെ പിതാവാണ്. എന്താണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അറിയാതെ പരാശരൻ മൂകനായി, ഗാധിസുതൻ മൂകനായി, പരശുരാമൻ മിണ്ടുന്നില്ല. ഉദധ്യനോ ഇന്ദ്രപ്രമദനോ യുദ്ധമവാഹനോ മേധാതിഥിയോ ദേവനനോ ആർട്ടിഷേണനോ ഭാരദ്വാജനോ ഗൗതമനോ പിപ്പലാദനോ ഒന്നും ഉരിയാടുന്നില്ല. മൈത്രേയൻ പരീക്ഷത്തിനെ നോക്കിയിരിക്കുകയാണ്. മൈത്രേയൻ അറിയാഞ്ഞിട്ടല്ല, വിതുരനെ കണ്ടപ്പോൾ എത്രയോ വിസ്തരിച്ച് ഭാഗവതം പാടിയ മൈത്രേയനും ഇപ്പോൾ മോഹീഭൂതനായിട്ടിരിക്കുകയാണ്. ഔവനൊന്നും പറയുന്നില്ല, കവശൻ മിണ്ടുന്നില്ല. അഗസ്ത്യൻ ഭാഗവതം നന്നായിട്ടറിയാം, പക്ഷെ അഗസ്ത്യമുനിയും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. സാക്ഷാൽ വേദവ്യാസ മഹർഷി അവിടെയുണ്ട്. വേദവ്യാസ മഹർഷിയും പരീക്ഷത്തിന്റെ മുന്നിൽ മൗനം പാലിച്ചു. എന്നാൽ നാരദ മഹർഷിയോ? സാക്ഷാൽ നാരദ മഹർഷി അവിടെയുണ്ട്. അസലായിട്ട് ഭാഗവതം അറിയാം. പരീക്ഷത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് 7 ദിവസമേ ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ ഭക്തിദേവിയെ പോലും ലോകം മുഴുവനും പ്രചരിപ്പിച്ച നാരദ മഹർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? നാരദാദികൾ മുഴുവനും അതേപോലെ അന്വേഷ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദേവഋഷിമാരും ബ്രഹ്മഋഷിമാരും രാജഋഷിമാരും മുഴുവൻ ആൾക്കാരും അരുണൻ പോലും മൂകീഭൂതാഹ. എന്താ കാരണം എന്നറിയോ? ഇവരൊക്കെ മഹർഷിമാരായതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ മഹർഷിമാർക്കും ത്രികാലജ്ഞാനമുണ്ട്. ആ ത്രികാലജ്ഞാനികളായിരിക്കുന്ന മഹർഷിമാർക്ക് മനസ്സിലായി ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെവികൾ ഉപയോഗിക്കേണ്ട സമയമാണ്. എന്താ കാരണം? ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായ. ഈ ഗംഗാനദിയുടെ തീരത്ത് ഇനി ഒരു പുഴയൊഴുകാൻ പോവാണ്. അവർക്കങ്ങനെ മനസ്സിലായത്. അതവർക്ക് മനസ്സിലായത് അവരുടെ ത്രികാലജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭാഗവതം അറിയുന്ന നാരദൻ മുഖീഭൂതനായി. ഭാഗവതം അറിയുന്ന പരാശരൻ എത്ര 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 വൈഷ്ണവ ഗ്രന്ഥങ്ങളാ ആ പരാശര സംഹിതയായിട്ട് നമുക്ക് കിട്ടാനുള്ളതല്ലേ. അത്രയേറെ സംഹിതകൾ എഴുതിയിരിക്കുന്ന പരാശര മുനി പോലും മുഖീഭൂതനായത് എന്തുകൊണ്ടാണ്?
ഞങ്ങളാരുമല്ല കഥ പറയേണ്ടത്, വരാനിരിക്കുന്ന കാര്യം അവർക്കെല്ലാവർക്കും അവരുടെ ആ ജ്ഞാനം കൊണ്ട് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നാരദ മഹർഷിയും വേദവ്യാസനും പരാശരനും സാക്ഷാൽ ഭഗവാന്റെ അവതാരമായിരുന്ന പരശുരാമനും എല്ലാവരും ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ ആഗമനം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ ഇവിടെ ഒരു പുതിയ പുഴ ഒഴുകാൻ പോകുന്നു, ഇവിടെ ഒരു സൂര്യോദയം ഉണ്ടാകാൻ പോകുന്നു എന്ന് കരുതി എല്ലാവരും ശ്രീശുക ബ്രഹ്മർഷിയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ പരീക്ഷത്തിന് തോന്നി, എന്ത്, ഞാൻ യോഗ്യനല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ നാരദാദി മഹർഷിമാരൊക്കെ മിണ്ടാതിരിക്കുക. ഈ അധികാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കേട്ടോ. ആരാണോ അധികാരി അവർക്ക് മാത്രമേ ഭാഗവതം പറയാവൂ എന്നൊരു പ്രമാണം പരീക്ഷത്തിനറിയാം. നാവിനീതായ ഗരീചുൽ, ഈ ഭാഗവതം വിനയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. വിനയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മഹർഷിയുടെ കഴുത്തിൽ പാമ്പിനെ എടുത്തിടുമോ? തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കരുത് എന്ന് പ്രമാണമുണ്ട്. ഞാൻ ആ തെറ്റ് ചെയ്തതുകൊണ്ടായിരിക്കുമോ ഇവരാരും തന്നെ എനിക്ക് ഭഗവാനെ പറ്റി ഒന്നും പറഞ്ഞു തരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരുടെ നാവും ഇപ്പോൾ പൂട്ടിയിട്ട മാതിരിയാണ്. സരസ്വതി പ്രസാദിക്കണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി, ഇനി നിങ്ങളെല്ലാവരും ഇനി അങ്ങനെയല്ല. ഈ ചില ഗുരുക്കന്മാരൊക്കെ ഉണ്ട്, എന്താണെന്നറിയോ, മിണ്ടാതെ കാര്യം പറയൂ അത്രേ. ഇനി അങ്ങനെയാണോ അവരൊക്കെ കൈലാസത്തിൽ പോയി സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ കണ്ടിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. ദക്ഷിണാമൂർത്തി ഒന്നും മിണ്ടാതെയാണല്ലോ കാര്യം പറയാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കുകയാണ്, ഞങ്ങളുടെ മൗനമാണ് വ്യാഖ്യാനം. അല്ലയോ രാജാവേ, ഇത് കേട്ട് പഠിച്ചോളൂ എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ദീർഘമൗനത്തിലിരിക്കുമ്പോൾ ആ ഗംഗാനദിയുടെ കളകളാരവം കേട്ടപ്പോൾ പരീക്ഷത്തിന് തോന്നി, ആ ഗംഗാനദി എന്നോട് പറയുന്നത് എന്താ? കൃഷ്ണാഘ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യ നദ്യ. ആ ഗംഗാനദിയുടെ ശബ്ദം മുഴുവനും ഭഗവാന്റെ കഥകളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കളകളാരവം മാത്രം, ആ സംഗീതം മാത്രം ആസ്വദിച്ച് ആ ഗംഗാനദിയുടെ തീരത്ത് ഒരു ദീർഘമൗനം. ആ ദീർഘമൗനം കുറേ നേരം നീണ്ടു നിന്നു. കുറച്ചു നേരം കൊണ്ട് കഴിഞ്ഞ സമയത്താണ് എല്ലാവരുടെയും മൂക്കിലേക്ക് നല്ല ഒരു സുഗന്ധം. എന്താ കാരണം? എല്ലാവരും ചിലരൊക്കെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കണ്ണിൻ്റെ ഈ മൂക്കിലേക്ക് ഇത്ര സുഗന്ധം വരുന്നത് അറിയണ്ടേ? ചിലപ്പോഴൊക്കെ പുഴയുടെ അടുത്ത് നല്ല നല്ല പൂക്കളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സുഗന്ധം ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ സുഗന്ധത്തിന് കാരണം എന്നറിയാൻ വേണ്ടി എല്ലാവരും കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാം അടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ. ആരാണെന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ അലക്ഷ്യലിംഗനായി സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ കൂടിയിരുന്ന എല്ലാവരും എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹത്തെ വേണ്ടതുപോലെ ഉപചാരാദികളെ കൊണ്ട് ആ ഗുരുവര്യനെ പൂജിച്ചു. ശ്രീശുക ബ്രഹ്മർഷിയെ വേണ്ടതുപോലെ പൂജിച്ചതിന് ശേഷം ആ പരീക്ഷിത്ത മഹാരാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അഹോ, ആദ്യമായിട്ട് പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കേതാന്ന് ചോദിച്ചാൽ അതിനും വേണ്ടേ ഒരു മറുപടി? ചോദ്യം മനസ്സിലായോ? ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ ആദ്യമായി എന്താണ് പരീക്ഷിത്ത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അഹോ. എന്തേ പറഞ്ഞത്? അഹോ അദ്യവയം ബ്രഹ്മൻ സൽസേവ്യാക്ഷത്രബന്ധവ കൃപയാ അതിഥിരൂപേണ ഭവദ്ഭി തീർത്ഥകാകൃതാഃ. പരീക്ഷിത് മഹാരാജാവിൻ്റെ മുന്നിൽ ഇപ്പോൾ ആ സരസ്സിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയാണ്. പണ്ട് ഏതോ ഒരു കവി മനോഹരമായൊരു കവിത പാടി. എന്താണ് ആ കവിത എന്നറിയോ? ആ കവിത എങ്ങനെയാണ്? ആകാശത്തിലേക്ക് നോക്കിയ സമയത്ത് ചന്ദ്രനെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലയോ ചന്ദ്ര, നീ കാരണം ഈ രാത്രി നല്ലതുപോലെ ശോഭിക്കുന്നു. രാത്രിയെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ രാത്രി, ചന്ദ്രൻ കാരണം നീയും നല്ലതുപോലെ ശോഭിക്കുന്നു. പിന്നീട് കവി പറഞ്ഞു, ചന്ദ്രനും അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളും എല്ലാവരും ചേർന്ന് ഈ ആകാശം എത്രയോ നന്നായി ശോഭിക്കുന്നു. അപ്പം ഇങ്ങനെ കവികൾക്കേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? ചന്ദ്രനെ കൊണ്ട് ആകാശം ശോഭിക്കുന്നു, ചന്ദ്രനെ കൊണ്ട് ഈ രാത്രി ശോഭിക്കുന്നു, ചന്ദ്രനും ഈ രാത്രിയും എല്ലാം ചേർന്ന് ഈ
ഇത്രയോ ദിവ്യമാക്കി തീർക്കുന്നു അന്തരീക്ഷം. ഏകദേശം അതുപോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഗംഗാനദിയുടെ തീരത്ത്. എങ്ങനെയാണോ അനേകം നക്ഷത്രങ്ങളുടെ ഇടയിൽ ഒരു ചന്ദ്രൻ ശോഭിക്കുന്നത്, അതേപോലെയാണ് അനേകം മഹർഷിവര്യന്മാരുടെയും പരീക്ഷിത് മഹാരാജാവിൻ്റെയും മധ്യത്തിൽ സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി ചന്ദ്രനെ പോലെ ശോഭിക്കുകയായിരുന്നു. അപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, അഹോ. അഹോ പറഞ്ഞാൽ എന്താ? ഇത് എത്രയോ വലിയ ഭാഗ്യമാണ്, എനിക്ക് എത്രയോ വലിയൊരു ഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ചെവികളിൽ കേൾക്കുന്നത് മുഴുവൻ എന്തായിരിക്കും? ഭഗവാന്റെ കഥകളായിരിക്കും. ആ ഭാഗ്യാതിരേകത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അഹോ എന്ന് പറയുന്ന ഒരു ശബ്ദം ആദ്യമായിട്ട് ഗുരുനാഥൻ്റെ മുന്നിൽ പറഞ്ഞു. മാത്രമല്ല, ആ എന്ന് പറയുന്ന അക്ഷരം അഗ്നിപുരാണത്തിൽ പറയും ആരെ സൂചിപ്പിക്കുന്നതാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് അകാരം. അക്ഷരാണാമകാരോസ്മി. അക്ഷരങ്ങളിൽ ആ എന്ന് പറയുന്ന അക്ഷരം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പം അഹോ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള സൂചനയും എവിടെയുണ്ട്? അഹോ എന്ന് പറയുന്ന ആ വാക്കിലുണ്ട്. അഹോ അദ്യവയം ബ്രഹ്മൻ സൽസേവ്യാക്ഷത്രബന്ധവ കൃപയാതിഥി രൂപേണ ഭവദ്ഭി തീർത്ഥകാകൃതാഹ. അതിഥിയെ ദേവനെ പോലെ പൂജിക്കണം എന്നാണല്ലോ തൈത്തിരീയോപനിഷത്ത് പറയാ അല്ലേ? അതിഥി ദേവോ ഭവ. ഇവിടെ അതിഥിയായിട്ട് വന്നത് ആരാ? സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയാണ്. ഈ തിഥി നോക്കാതെ വരുന്നയാളാണല്ലോ അതിഥി എന്ന് പറയാം. യാതൊരു തിഥിയും നോക്കാതെ ആ പരീക്ഷത്തിന് മുന്നിലേക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യേഷാം സംസ്മരണാൽ പുംസാം സദ്യശുദ്ധിന്ദിവേ ഗൃഹാഹ. ഏതൊരു ഗൃഹവും അങ്ങേപ്പോലുള്ള മഹാത്മാക്കളെ സ്മരിച്ചാൽ തന്നെ ശുദ്ധീകരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ ഭാഗവതത്തിലെ തത്വം? വീട്ടിലിരുന്ന്, നമ്മളുടെ വീട്ടിലിരുന്ന് ഗൃഹസ്ഥന്മാരായ നമ്മളൊക്കെ ശ്രീശുക ബ്രഹ്മർഷിയെ സ്മരിച്ചാൽ മതി. ശുദ്ധിന്ദിവൈ ഗൃഹാഹ. ആ ഗൃഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ തീർന്ന് ആ ഗൃഹം പരിശുദ്ധമായി തീരും. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ പോലുള്ള മഹാത്മാക്കൾ കിം പുനർദർശന സ്പരിശ പാദശൗചാസനാദിഭി. അങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാൻ കഴിഞ്ഞാലോ അവർ വീട്ടിലേക്ക് വന്നാലേ കാണാൻ പറ്റുള്ളൂ. കാണാൻ കഴിയുക, അവരെ തൊടാൻ കഴിയുക, അവരുടെ പാദതീർത്ഥം സേവിക്കാൻ കഴിയുക, അവർക്കിരിക്കാൻ ഇരിപ്പിടം കൊടുക്കാൻ കഴിയുക, ഇതൊക്കെ എത്രയോ വലിയ ഭാഗ്യമാണ്. മഹായോഗിയായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ പാപങ്ങളും തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, നേരത്തെ പറഞ്ഞില്ലേ മർത്യനദി അമർത്യനദി, അങ്ങനെ രണ്ട് നദി ഉണ്ട് അത്രേ. അതിൽ അമർത്യനദിയുടെ തീരത്തിരിക്കുന്ന ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് കേൾക്കേണ്ടത്? അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പുഞ്ചിരിച്ചുകൊണ്ട് അതിന് പറയുന്ന മറുപടിയാണ് പിന്നീട് നമ്മൾ ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിൽ കേൾക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്രീശുക ബ്രഹ്മർഷി ആദ്യത്തെ 10 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവതം പൂർണ്ണമായിട്ട് പറഞ്ഞു. ഒരു നല്ല പ്രഭാഷണത്തിൻ്റെ ലക്ഷണത എന്ന് പറയും. ഒരു നല്ല പ്രഭാഷകന് 1 മണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ കൊടുത്താൽ ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ ചുരുക്കി പറയും. പിന്നീടുള്ള സമയം ആ ചുരുക്കി പറഞ്ഞ കാര്യം വിസ്തരിച്ച് പറയുകയാണ് ചെയ്യാം. ഇതാണ് നല്ല പ്രഭാഷണ കല അറിയുന്നൊരു പ്രഭാഷകൻ ചെയ്യാം. ഇതേപോലെ ശ്രീശുക ബ്രഹ്മർഷി പ്രഭാഷണ കലയിലെ അഗ്രിമനാണ്. പ്രഭാഷണ കലയിലെ അഗ്രിമനായ ശ്രീശുക ബ്രഹ്മർഷി ആദ്യത്തെ 10 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവതം പൂർണ്ണമായിട്ടും സംഗ്രഹിച്ച് ആർക്ക് പറഞ്ഞു കൊടുത്തു? തൻ്റെ മുമ്പിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഭാഗവതം മുഴുവൻ പഠിക്കണമെന്ന് ആശയുള്ള ഒരാൾ ഏതുമാത്രം പഠിച്ചാൽ മതി? ഭാഗവതത്തിലെ 2യ സ്കന്ധത്തിൽ ആകെ 10 അധ്യായങ്ങളേ ഉള്ളൂ. അതുമാത്രം പഠിച്ചാൽ മതി. അതിൽ വർണ്ണിക്കാത്ത അവതാരമില്ല. വരാഹാവതാരം വർണ്ണിച്ചിട്ടുണ്ട്, കൃഷ്ണാവതാരം വർണ്ണിച്ചിട്ടുണ്ട്, രാമാവതാരമുണ്ട്, കുർമാവതാരമുണ്ട്, ഭഗവാന്റെ തത്വങ്ങളുണ്ട്, പുരുഷ സൂക്തമുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, കഥകളുണ്ട്. ഭഗവാന്റെ എല്ലാ ലീലകളും വർണ്ണിച്ചിരിക്കുന്ന ഭാഗവതത്തിലെ ഗംഭീരമായ സ്കന്ധമാണ് ഭാഗവതത്തിലെ 2യ സ്കന്ധം. അതുകൊണ്ട് അതുമാത്രം പഠിച്ചാൽ, അപ്പോൾ സമയമൊന്നും തീരല്ലേ, നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 അധ്യായം വായിക്കാൻ സാധാരണ 1 മണിക്കൂറൊക്കെ മതി. നല്ല വേഗതയുള്ള വായനക്കാരനാണെങ്കിൽ
ഈ ദ്വിതീയ സ്കന്ധം എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ കൊണ്ട് വായിക്കാൻ പറ്റും. 10 അധ്യായങ്ങളല്ലേ ഉള്ളൂ, 1-2 അധ്യായമൊക്കെ കുറച്ച് വലുതുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ. ഇനി മെല്ലെ വായിച്ചാൽ തന്നെ ഒരു 90 മിനിറ്റ് കൊണ്ട് എന്ത് വായിക്കാം? ദ്വിതീയ സ്കന്ധം വായിക്കാം. അപ്പം നമുക്ക് 24 മണിക്കൂർ സമയമില്ലേ? 24 മണിക്കൂർ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 90 മിനിറ്റ് സമയം കഷ്ടിച്ചൊരു 1.5 മണിക്കൂർ മാറ്റിവെക്കുക. എന്നിട്ട് ആ 1.5 മണിക്കൂർ എല്ലാ ദിവസവും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ദ്വിതീയ സ്കന്ധം പാരായണം ചെയ്യും എന്ന് തീരുമാനിക്കുക. എന്നിട്ട് വീട്ടിലിരുന്ന് അത് ഉറക്കെ കൊണ്ട് വായിക്കുക. അത് വായിച്ചാൽ എന്താ ഗുണം? നേരത്തെ പറഞ്ഞുണ്ട്, ഏകാന്തലാഭം വചസോന്നു പുംസാം. നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും തീരും. കാരണം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. സുശ്ലോകമൗലിയായിരിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളാണ് 1-ാമത്തെ പദം തൊട്ട് ദ്വിതീയ സ്കന്ധത്തിൽ അവസാനത്തെ പദം വരെ ശ്രീ ശുകബ്രഹ്മർഷി വർണ്ണിക്കുന്നത്. ആകെ നമ്മൾ ചെലവഴിക്കേണ്ട സമയം എത്രയാണ്? 1.5 മണിക്കൂർ സമയം. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപാട് തിരക്കുണ്ടായിട്ടും ഭീഷ്മസ്തുതി കേൾക്കാൻ വേണ്ടി കുറേ നേരം അവിടെ ഇരുന്നു നേരത്തെ പറഞ്ഞില്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരക്കിൻ്റെ കോടിയിൽ ഒരംശം തിരക്ക് പോലും ലോകത്തിൽ ആർക്കും ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര തിരക്കുണ്ടോ ആ തിരക്കിൻ്റെ കോടിയിൽ ഒരംശം പോലും തിരക്കില്ലാത്തവരാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും. തിരക്കുണ്ട് എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലാത്ത നമുക്ക് ഒരു 1.5 മണിക്കൂർ സമയം മാറ്റിവെച്ചൂടെ? മാറ്റിവെക്കണം. എന്തിനു വേണ്ടി മാറ്റിവെക്കണം? ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ട് മാറ്റിവെക്കുക. അത് രാവിലെ ആട്ടോ ഏറ്റവും നല്ലത്. അതിരാവിലെ ഒരു 1.5 മണിക്കൂർ സമയം ദ്വിതീയ സ്കന്ധം പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു തീരുമാനിച്ചാൽ 4 മണിക്ക് എഴുന്നേൽക്കാം. 4:30 ആകുമ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞു 4:30 മണി മുതൽ 6 മണി വരെ എൻ്റെ വീട്ടിൽ ഞാൻ ദ്വിതീയ സ്കന്ധം പാരായണം ചെയ്യും. അപ്പം അച്ഛനാണ് വായിക്കുന്നതെങ്കിൽ ആർക്ക് കേൾക്കാം? ഏകാന്തലാഭം വചസോന്നു പുംസാം സുശ്ലോകമൗലേഹേ ഗുണവാദമാഹു. അച്ഛനത് വീട്ടിൽ നിന്ന് ഉറക്ക വായിച്ചാൽ അച്ഛൻ്റെ നാവ് ശുദ്ധമായി തീർന്നു. അത് കേൾക്കുന്ന വീട് പരിശുദ്ധമായി തീർന്നു. കാരണം അതിൽ ശ്രീ ശുകബ്രഹ്മർഷി പറയുന്ന കഥകളാണ്. ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളൊക്കെ ആ പാരായണം ഒരു 1.5 മണിക്കൂർ കേൾക്കുമ്പോൾ ശ്രുതേശ്ച വിദ്വദ്ഭി ഉപാകൃതായ കഥാസുധായ ഉപസംപ്രയോഗം. ആ കുടുംബാംഗങ്ങൾക്ക് മുഴുവനും ഭാഗവതം കേൾക്കാൻ സാധിക്കില്ലേ? ഇങ്ങനെ ഭാരതത്തിലെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ ദിവസവും എല്ലാവരും പാരായണം ചെയ്യേണ്ട ദിവ്യമായ ഒരു ഗംഗാപ്രവാഹം തന്നെയാണ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കുന്നു. ഭഗവാന് നിവേദിക്കാനുള്ള ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ഭഗവാനുള്ള ആഹാര സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. അതെല്ലാം ഇപ്പോൾ ഭഗവാന് നിവേദിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ ഈ വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ പാദങ്ങളിൽ ഒരു ചെറിയ ഒരു നിവേദ്യമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ കാര്യവും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ ഈ ഭാഗവതത്തിലെ 2-ാമത്തെ പ്രഭാഷണം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. നമ്മുടെ നാവ് കൊണ്ട് ഭഗവാന്റെ മഹിമ പാടാനും നമ്മുടെ ചെവികളെ കൊണ്ട് ആ ഭഗവാന്റെ മഹിമ കേൾക്കാനും ഇനിയുള്ള സപ്താഹ മുഹൂർത്തങ്ങളിലൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ പൂർണ്ണമാക്കുകയാണ്.